ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് സെൻസ് ഓഫ് ഡയറക്ഷൻസ് ആണ്. ഡയറക്ഷൻസ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറലി കിട്ടാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് ശ്രദ്ധിക്കേണ്ട, അതായത് കെയർലെസ് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ഇതിനകത്ത് നമുക്കറിയാം സെൻസ് ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ക്വസ്റ്റ്യൻ. ഒരാൾ ഇങ്ങനെ നോർത്തിലേക്ക് പോകുന്നു, സൗത്തിലേക്ക് പോകുന്നു, റൈറ്റ് എടുത്തു, ലെഫ്റ്റ് എടുത്തു എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് സെൻസ് ഓഫ് ഡയറക്ഷനിൽ വരുന്നത്, അല്ലെ? ഇതിൽ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഓഫ് കോഴ്സ് എന്താണ്, ഡയറക്ഷൻസ് നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാതെ ചെയ്യാം. അതായത് നമുക്കറിയാം ഇങ്ങനെ ഒരു നോർമലി നമ്മൾ ഡയറക്ഷൻസ് പറയുമ്പോൾ ഇത് നോർത്ത് ആണ്, അല്ലെ? ഇത് സൗത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഡയറക്ഷൻ എടുത്താൽ ഇതിനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറയും. നോർത്തിന്റെ ഈസ്റ്റിന്റെ ഇടയിലാണെങ്കിൽ ഇത് സൗത്ത് ഈസ്റ്റ് ആയിരിക്കും, ഇത് സൗത്ത് വെസ്റ്റ് ആയിരിക്കും, അതേപോലെ ഇത് നോർത്ത് വെസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതില് ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട എന്താ വെച്ചാൽ, ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും സിമ്പിൾ ആയിട്ട് വരയ്ക്കും. എന്നാൽ ചില കേസിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഡയറക്ഷൻസ് വരച്ചു വരുമ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ നിങ്ങൾ ഡയറക്ഷൻസ് വരച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് നോർത്ത് എന്നൊക്കെ കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇത് നോർത്ത് എന്നുള്ള രീതിയിൽ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ബാക്കി ഡയറക്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, അല്ലെ? ഈ ഒരു കേസിൽ ഇത് നോർത്ത് ആണ്, ഇത് എന്തായാലും സൗത്ത്. അപ്പൊ ഇത് നോർത്ത് ആണ്, എന്തായാലും അതിന് ഓപ്പോസിറ്റ് സൗത്താ. പിന്നെ ഈസ്റ്റും വെസ്റ്റും പലർക്കും എന്ത് ചെയ്യും, ഇതാണോ ഈസ്റ്റ് അതോ ഇതാണോ ഈസ്റ്റ് എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരും. അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വരുന്ന കേസസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നോർമൽ ആയിട്ടുള്ള ഡയറക്ഷൻ വെറുതെ വരയ്ക്കുക സൈഡിൽ. അതായത് നമുക്ക് നോർമൽ ആയിട്ട് അറിയാം ഇത് നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് ആണ് അറിയാം, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് നമുക്കറിയാം. ഇങ്ങനെ സൈഡിൽ ചുമ്മാ ഒന്ന് വരച്ചു വെക്കുക. ഓക്കെ, അതിനുശേഷം നോർത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷൻ, അല്ലെ? നോർത്ത് ഇങ്ങനെ ഒരു ഡയറക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയായിരിക്കും. നോർത്ത് നിന്ന് ഇതേ ഒരു ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും ഈസ്റ്റ് വരിക, അപ്പൊ ഇത് വെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഈ ഡയറക്ഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നോർത്തിന്റെയും വെസ്റ്റിന്റെ ഇടയിലാവുമ്പോൾ ഇത് നോർത്ത് വെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വരും. ഇത് ഒന്ന് കെയർലെസ് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. രണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം സെൻസ് ഓഫ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ പല ക്വസ്റ്റ്യൻസിലും, ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും, അല്ലെ? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഇങ്ങനെ പോകുന്നു, അയാൾ ഇങ്ങനെ സൗത്തിലേക്ക് ആദ്യം പോയി, സൗത്തിലേക്ക് ഒരു 3 കിലോമീറ്റർ പോയി, പിന്നെ അയാൾ ഇങ്ങോട്ടൊരു ഈസ്റ്റിലേക്ക് ഒരു 4 കിലോമീറ്റർ പോയി. അങ്ങനെയാണെങ്കിൽ അയാൾ ഇനീഷ്യൽ പൊസിഷനിൽ ഇപ്പോഴുള്ള പൊസിഷനിലേക്ക് എത്ര ദൂരമുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിലിപ്പോ 3ഉം 4ഉം വന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യും. 3ഉം 4ഉം വന്നാൽ ഈ ഒരു ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഓക്കെ, ഇത് പൈത്തഗോറസ് തിയറം ഇത് എ ആണെങ്കിൽ ഹൈപ്പട്ന്യൂസിന്റെ ഇത് നമ്മൾ എന്ത് വിളിക്കും, ഹൈപ്പട്ന്യൂസ്. ഏറ്റവും വലിയ സൈഡ് അല്ലെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും, ഹൈപ്പട്ന്യൂസ്. അപ്പൊ നമ്മൾ പറയും ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. എന്നിട്ട് 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16 ആണ്. അപ്പൊ നമുക്ക് 25 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ √25 ആണ്, അപ്പൊ 5 ആണ് എന്ന് കിട്ടും. 5 ആണെന്ന് കിട്ടും. ഇത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഒരു കാര്യം ഓർത്തിരിക്കുക, അതായത് പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് വിളിക്കും നമ്മൾ. അതായത് പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത്തവണ UPSC ചോദിച്ച ഒരു ക്വസ്റ്റ്യനും ആക്ച്വലി പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് വെച്ചിട്ട് ഡയറക്റ്റ് ഒരു കോഡ് പോലെ തന്നിട്ട് ഒരു ക്വസ്റ്റ്യനും UPSC സിവിൽ സർവീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഇവിടെ ചെയ്തപ്പം നമുക്ക് 3ഉം 4ഉം സൈഡ് ആയിട്ട് വരുമ്പോൾ 5 ആണ് നമുക്ക് ഹൈപ്പട്ന്യൂസ് ആയിട്ട് കിട്ടിയത്, അല്ലെ? അപ്പൊ 3ഉം 4ഉം 5ഉം പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ 3, 4, 5നെ നമ്മൾ എന്ത് വിളിക്കും, അതൊരു പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. വളരെ കോമൺ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു സാധനമാണ് 3, 4, 5 അല്ലെങ്കിൽ ആ ഒരു പൈത്തഗോർ. അപ്പൊ നിങ്ങൾ 3, 4 വന്നാൽ ഇങ്ങനെയൊന്നും ചെയ്ത് കണ്ടുപിടിക്കണ്ട. നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം 3ഉം 4ഉം വന്നാൽ അത് 5 ആണ്. ഓക്കെ, അതേപോലെ കോമൺ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് 6ഉം 8ഉം. 6ഉം 8ഉം വന്നു കഴിഞ്ഞാൽ 10 ആണ് പൈത്തഗോറസ് തിയറം, മീൻസ് ഹൈപ്പട്ന്യൂസ് ആയിട്ട് കിട്ടുക. ഒരു സൈഡ് 6ഉം ഒരു സൈഡ് 8ഉം ആണെങ്കിൽ ഹൈപ്പട്ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, 10 ആണ്. അപ്പൊ 6, 8, 10 എന്ന് പറഞ്ഞാൽ ഒരു പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ തരാന്ന് വിചാരിക്കും, ഇത് 33 ആണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ഒരു സൈഡ് ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ചപ്പോൾ 33 ആണ്. ഈ ഒരു സൈഡ്
44ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പട്ന്യൂസ് എന്താണ് എന്ന് ചോദ്യം വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ദൂരം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ആ കേസിൽ നിങ്ങൾ ഇങ്ങനെ 33² പ്ലസ് 44² എന്നൊക്കെ പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എന്തായിരിക്കും, വളരെ ടൈം, ഒരുപാട് അങ്ങനെ നമുക്ക് സ്ക്വയർ, വലിയ നമ്പേഴ്സ് അല്ല, വലിയ നമ്പേഴ്സിന്റെ സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിട്ട് വരും. അപ്പൊ ആ കേസിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ 33യും 43യും നിങ്ങൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ തന്ന നമ്പേഴ്സിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും 11ന്റെ മൾട്ടിപ്പിൾ ആണ് 33യും 44. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കോമൺ ആയിട്ടുള്ള സാധനം ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 33/11 ചെയ്താൽ ഇവിടെ 3 ആ വരിക, 44/11 ചെയ്താൽ 4 ആണ് വരിക. 3യും 4ഉം ആയിരുന്നു ഈ സൈഡ് എങ്കിൽ നമുക്കറിയാം ഇതെന്താ വരിക, 5 ആണ്. കാരണം 3, 4, 5 നമ്മൾ ഓൾറെഡി പഠിച്ചു, പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. പക്ഷെ നമ്മൾ ഒരു 11 ഡിവൈഡ് ചെയ്തിട്ടാണ് 3യും 4ഉം വന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനോട് ഒരു 11 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആൻസർ എന്തായിരിക്കും, 55 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു സ്കില്ലും കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഇതൊന്ന് വേഗം പറഞ്ഞേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഈ ഒരു ഇത് വരയ്ക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പൊ 39 ആണ്, ഇവിടെ ഇപ്പൊ 52 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്രയാ വരിക എന്ന് വേഗം പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്താണ് വരിക? ഓക്കെ, എന്താ വരിക? അപ്പൊ ഇവിടെ നമ്മൾ എന്താ നോക്കേണ്ടത്, കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? 39നും 52ഉം 13ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. 13 വെച്ച് ഇവിടെയും ഡിവൈഡ് ചെയ്യാം, 13 വെച്ച് ഇവിടെയും ഡിവൈഡ് ചെയ്യാം. 39നെ 13 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 കിട്ടും, 52നെ 13 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പൊ 3യും 4ഉം ആണെങ്കിൽ 5 ആണ്. പക്ഷെ 13 വെച്ച് ഡിവൈഡ് ചെയ്തായിരുന്നു, ഇപ്പൊ ഒരു 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ആൻസർ 65 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ കോമൺ സാധനം ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്താണോ ഡിവൈഡ് ചെയ്തത് അത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് ചെറുതാവും. അപ്പൊ 3, 4, 5 ഒക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട്, അതിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഈവൻ 6, 8, 10 നിങ്ങൾ നോക്കിയാലും, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് വരുന്നതാണ് 60, 80, 100. ഈവൻ നിങ്ങൾ ഇത് നോക്കിയാലും എന്ത് തന്നെയാണ് 6, 8, 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് നോക്കിയാൽ 3ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആയി, 4ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ആയി. അപ്പൊ ആൻസർ 5ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ എന്നായിരിക്കും. അപ്പൊ ഈവൻ ക്വസ്റ്റ്യൻസ്, ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ ഈവൻ PSC അല്ല, ഈവൻ ഏത് എക്സാം പോയാലും നോർമലി ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാറ് 3ന്റെയും 4ന്റെയും 5ന്റെയും മൾട്ടിപ്പിൾ വരുന്ന രീതിയിലാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് വരും. അപ്പൊ ആ രീതിയിൽ പൈത്തഗോറസ് തിയറം പെട്ടെന്ന് ചെയ്യാനും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം ഇതിനകത്ത്. അതായത് ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞു, ലെഫ്റ്റ് തിരിഞ്ഞു. അപ്പൊ ഞാൻ നോർത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നോർത്തിലേക്ക് പോയി, ഇത് നോർത്ത് ആണല്ലോ, നോർത്തിലേക്ക് പോയി എന്ന് വരയ്ക്കും. എന്നാൽ ഇങ്ങനെ ഒരാൾ നോർത്തിലേക്ക് പോകുന്നു, എന്നിട്ട് അയാൾ റൈറ്റ് തിരിഞ്ഞു, ലെഫ്റ്റ് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലർക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഒഴിവാക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുക. റൈറ്റ് തിരിയുക എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് തിരിയുന്നതിനോട് ഈക്വൽ ആണ്. ലെഫ്റ്റ് തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് എന്ന് ഓർക്കുക. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരാൾ പോകുന്നു, റൈറ്റ് തിരിഞ്ഞു, നോർത്തിലേക്ക് പോവാണെങ്കിൽ പെട്ടെന്ന് റൈറ്റ് ലെഫ്റ്റ്, കാരണം നമ്മൾ അതേ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് അത് സംഭവിക്കുന്നത് അല്ലെ. ഇങ്ങനെ പോകുമ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ലെഫ്റ്റ് അത് പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ റൈറ്റ് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ആണ് തിരിയുന്നത്. ലെഫ്റ്റ് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് തിരിയുന്നത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. എല്ലാവർക്കും അല്ല, പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണം അങ്ങനെ. ഉദാഹരണത്തിന് ഒരാൾ എങ്ങനെ താഴേക്ക് വരിക എന്ന് വിചാരിച്ചു, താഴേക്ക് വരികയാണ്, സൗത്തിലേക്ക് വരികയാണ്, റൈറ്റ് തിരിഞ്ഞു ക്ലോക്ക് വൈസ്, അപ്പൊ ഇങ്ങോട്ടായിരിക്കും തിരിയുന്നത്. ഓക്കെ, ഒരാൾ സൗത്തിലേക്ക് വരുന്നു, ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് ചെയ്തേ, ഇതൊന്ന് വേഗം ട്രൈ ചെയ്തേ. അപ്പൊ ഇതിനകത്ത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് PSCസിൽ ഈ വരുന്ന കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലമായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അധികം പ്രശ്നമുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഇതൊന്ന് ട്രൈ ചെയ്തേ നിങ്ങൾ.
ഓക്കെ ഓക്കെ അപ്പൊ അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അർജുൻ വെൻ 25 കിലോമീറ്റർ വെസ്റ്റ് എന്നാണ്. അപ്പൊ നമ്മൾ ചുമ്മാ നോർമൽ വെസ്റ്റിലേക്ക് വരച്ചാൽ മതി. ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ടൊരു 25 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഇതാണ് ഇയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്, എന്ന് വെച്ചാൽ ഈ രീതിയിലായിരിക്കും. അപ്പൊ ഇങ്ങോട്ടാണ് തിരിയുന്നത്. അപ്പൊ 15 പോയി. എന്നിട്ട് ഹി ദെൻ ടേൺഡ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഈസ്റ്റ് ഓർത്താൽ മതി. എന്നിട്ട് ഒരു 40 കിലോമീറ്റർ പോകുന്നുണ്ട്. ഫൈനലി ഹി ടേൺഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് അയാൾ ഇവിടെ എത്തിയിട്ടുണ്ട് 15 കിലോമീറ്റർ. അപ്പൊ ഇതും 15 ഇതും 15. അപ്പൊ ഇതൊക്കെ ഒരേ ലൈനിലാണ് അയാൾ ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റും തമ്മിൽ എന്താ ഡിസ്റ്റൻസ് എന്നാ ചോദിച്ചത്. ഇത് മൊത്തം 40, ഇത് 25. അപ്പൊ ബാക്കി ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ 40 25 കുറച്ചാൽ മതി. അപ്പൊ 15 ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ തരാൻ കാരണം ഇതിൽ നിങ്ങൾ കെയർലെസ് ആവുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഈസിയാണ്. ഈ ക്വസ്റ്റ്യനിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിൽ 1-2 കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. അഖിൽ വാക്സ് 25 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റിലേക്ക് പോയി. അപ്പൊ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയി 25 കിലോമീറ്റർ പോയി. ദെൻ റൈറ്റ് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്, എന്ന് വെച്ചാൽ ഇങ്ങോട്ട് താഴേക്ക് തിരിഞ്ഞു. എത്ര പോയി? ആൻഡ് 8 കിലോമീറ്റർ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും റൈറ്റ് തിരിഞ്ഞു, അഗെയിൻ ഇങ്ങോട്ടാണ്. അപ്പൊ ഇങ്ങനെ പോകുന്നു, 10 കിലോമീറ്റർ പോയി. അതിനുശേഷം ലെഫ്റ്റ് തിരിഞ്ഞു, എന്ന് വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് തിരിഞ്ഞു. എത്ര? 6 കിലോമീറ്റർ അല്ല പോകുന്നത്, 6 കിലോമീറ്റർ പോയി. അത് കഴിഞ്ഞിട്ട് അഗെയിൻ റൈറ്റ്, അപ്പൊ ഇങ്ങോട്ടാണ് തിരിയുന്നത്. ഒരു 15 കിലോമീറ്റർ പോയി. ഇപ്പൊ നോക്കേണ്ടത് ഇത് 10 ഇത് 15. രണ്ടും കൂടി കൂട്ടിയ 25 വരും. അപ്പൊ ഈ പോയിന്റും എക്സാക്ട്ലി സെയിം ലൈനിലാണ് വരിക. ചോദ്യം ഇതാണ്, ഹൗ ഫാർ ഈസ് ഹി ഫ്രം ഹിസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പൊ ഈ ദൂരം എത്രയാ? 8ഉം 6ഉം 14 വരിക. അത് ഓക്കെ. ഇനി ചോദ്യം ഇവിടെ 14 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വലിയ കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾക്ക് വരില്ല. ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ. അപ്പൊ ഇതില് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഹൗ ഫാർ ഹീസ് ഹി ഫ്രം ഹിസ് ഇനീഷ്യൽ പൊസിഷൻ. വിത്ത് റെസ്പെക്ട് ടു ഹിസ് ഇനീഷ്യൽ പൊസിഷൻ അയാൾ എവിടെയാണ് എന്നാണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ഹിസ് ഇനീഷ്യൽ പൊസിഷൻ നോക്കുമ്പം അയാൾ സൗത്തിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 14 കിലോമീറ്റർ സൗത്ത് ആണ് ആൻസർ. ഇത് പ്രശ്നമല്ല. എന്നാൽ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കാം. അതായത് ഒന്നെങ്കിൽ ചോദിക്കാം ഫ്രം ഹിസ് കറന്റ് പൊസിഷൻ ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ് വരുന്നത്. അതെന്താ വരിക? അതായത് ഫ്രം ഹിസ് കറന്റ് പൊസിഷൻ, അല്ലെങ്കിൽ അയാൾ കറന്റ് പൊസിഷൻ നോക്കുമ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ഏത് ഡയറക്ഷനിലാണ് എന്ന് ചോദിക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഹിസ് കറന്റ് പൊസിഷൻ ആണ് ചോദ്യം. അപ്പൊ കറന്റ് പൊസിഷൻ ഇവിടെയാണ്, നേരത്തെ ഉള്ള പൊസിഷൻ ഇവിടെയാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഹിസ് കറന്റ് പൊസിഷൻ നോർത്തിലാണ് പഴയ. അപ്പൊ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നുവെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഹിസ് കറന്റ് പൊസിഷൻ എവിടെയായിരുന്നു ഇനീഷ്യൽ പൊസിഷൻ ആണെങ്കിൽ അത് നോർത്തിലാണ്. അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറണം. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. അതായത് ഇനി അയാൾ ഏത് ഡയറക്ഷനിലേക്ക് പോയാലാണ് തിരിച്ച് അയാൾ ഒറിജിനൽ പൊസിഷനിൽ എത്തുക എന്നായിരുന്നെങ്കിൽ എന്താ ആൻസർ? അതായത് ഇപ്പൊ അയാൾ ഒരു പൊസിഷനിലുണ്ട്, ഇനി അയാൾ ഏത് ഡയറക്ഷനിലേക്ക് പോയാലാണ് അയാൾ ഒറിജിനൽ പൊസിഷനിൽ എത്തുക എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അങ്ങനെയായിരുന്നുവെങ്കിൽ ഏത് ഡയറക്ഷനാണ്? ഇപ്പൊ അയാൾ ഒരു പോയിന്റിലുണ്ട്, ഇനി ഏത് ഡയറക്ഷനിലേക്ക് പോയാലാണ്, ഇൻ വിച്ച് ഡയറക്ഷൻ അയാൾ ട്രാവൽ ചെയ്താലാണ് ഹി വിൽ റീച്ച് ഹിസ് ഒറിജിനൽ പൊസിഷൻ? നോർത്ത് അല്ലേ? കാരണം അയാൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? അയാൾ ഇനി നോർത്തിലേക്ക് പോയാലാണ് ഇനീഷ്യൽ പൊസിഷൻ. അങ്ങനെ വേണേ ചോദിക്കാം. അതല്ലാണ്ട് ഫൈനലി വേറൊരു രീതിയിലും ചോദിക്കാം. ഇപ്പൊ ഇയാൾ ഇങ്ങനെയാണ് ഫൈനലി അയാൾ ഫൈനൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഈ മൂവ്മെന്റ് ആണ്. അത് അയാൾ ഏത് ഡയറക്ഷനിലേക്കാ പോയത് എന്ന് വേണേ ചോദിക്കാം. അതായത്
അറ്റ് ദി എൻഡ് അയാൾ ഏത് ഡയറക്ഷനിലായിരുന്നു അയാൾ ട്രാവൽ ചെയ്തത് എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ വരിക? മനസ്സിലായോ? അങ്ങനെയും ചോദിക്കാം. അറ്റ് ദ എൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ട്രാവലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ അവസാനം ട്രാവൽ ചെയ്തത് ഈ ഡയറക്ഷനിലാണ്. അപ്പൊ അയാൾ എന്താ വെസ്റ്റിലേക്ക്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിച്ചത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡയറക്ഷൻ പറയാൻ പറ്റണം. ഓക്കെ, അപ്പൊ എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു സംതിങ് ആയിരിക്കും ഫൈനലി ഉള്ള ക്വസ്റ്റ്യൻ. വെറുതെ വെസ്റ്റിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്താൽ മതി. വെറുതെ വെസ്റ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്താൽ മതി. എന്നാൽ ഇപ്പൊ ഒരാൾ നമുക്ക് ഈ ഒരു പോയിന്റ്, ഇപ്പൊ ഒരാൾ ഈ പോയിന്റിലുണ്ട്, ഇത് എ ആണ്, ഇത് ബി ആണെന്ന് വിചാരിച്ചു. അയാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ അയാൾ വെസ്റ്റിലേക്ക് പോയി. അപ്പൊ അയാൾ ഈ പോയിന്റിൽ എത്തി, ഇത് സി ആണെന്ന് വിചാരിച്ചു. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ബി സി ഏത് പൊസിഷനിലാണെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ ആൻസർ? വിത്ത് റെസ്പെക്ട് ടു ബി സി ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ വരിക? അയാൾ ഏത് പൊസിഷനിലാണ് പോയത്? വെസ്റ്റിലേക്കാ പോയത്, അത് സമ്മതിച്ചു. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ബി ഏതെങ്കിലും വിത്ത് റെസ്പെക്ട് ടു സംതിങ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ബി സി ഏത് പൊസിഷനിലാണെന്ന് ചോദിച്ചാൽ അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ബി സി ഈ ഡയറക്ഷനിലാണ്. അപ്പൊ ഇതെന്താണ്? ഇത് ഈസ്റ്റ് ആണ്, ഇത് സൗത്ത് ആണ്. അപ്പൊ സൗത്ത് ഈസ്റ്റ് എന്ന് വരും. മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യുക? ഡയറക്ഷൻ ഓർക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ഒരു കാര്യം ഓർക്കണം. നമുക്ക് അപ്പൊ അത് അത്ര ടഫ് ടോപ്പിക് അല്ല. ഞാൻ ഈ പറഞ്ഞ 1-2 കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത റാങ്ക്സ് ആൻഡ് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോവാം. റാങ്ക്സ് ആൻഡ് അറേഞ്ച്മെന്റ്സിൽ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന അറേഞ്ച്മെന്റിൽ വരുന്നതാണ് ഒന്ന്, നിങ്ങളുടെ സർക്കുലാർ അറേഞ്ച്മെന്റ്സ് വരാം. 2, ഒരു റോയിൽ ഒരു ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന പോലത്തെ അറേഞ്ച്മെന്റ്സ് വരാം. 3, ഇതിനകത്ത് റാങ്ക് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പൊസിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഞാൻ പറയാണ് ഒരു റോ, ഈ റോയിൽ ഒരു 5 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിച്ചോ. എ ബി സി ഡി ഇ. അപ്പൊ 5 കുട്ടികൾ ഈ റോയിൽ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ബിന്റെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ബിന്റെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ബിന്റെ പൊസിഷൻ ഫ്രം റൈറ്റ് എന്താണെന്ന് ചോദിച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, ബിന്റെ പൊസിഷൻ ഫ്രം റൈറ്റ് എന്താണെന്ന് ചോദിച്ചു. നമുക്കറിയാം ഈ റോയിൽ മൊത്തം 5 പേര് ഇരിക്കുന്നുണ്ട്. ബിന്റെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് എന്താണ്? 2 ആണ്. അപ്പൊ ഞാൻ മൊത്തം 5ന്ന് ഈ 2 മൈനസ് ചെയ്താൽ എനിക്ക് 3 കിട്ടും. 3 കിട്ടിയല്ലോ. ഈ 3 എന്താ? ഈ 3 എന്താന്ന് പറഞ്ഞാൽ ഈ മൊത്തം ആൾക്കാരിന്ന് ബി വരെ, ലെഫ്റ്റ് നിന്ന് ബി വരെയുള്ള ആൾക്കാരെ ഞാൻ മൈനസ് ചെയ്തു അല്ലെ, അപ്പോഴാണ് 3 കിട്ടിയത്. അപ്പൊ ഈ ബാക്കിയുള്ള ഈ ആൾക്കാരാണ് ഈ 3. പക്ഷെ ഞാൻ എന്റെ ക്വസ്റ്റ്യൻ റൈറ്റ് നിന്ന് ബിന്റെ പൊസിഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ അതിൽ ബിയും ഇൻക്ലൂഡ് ചെയ്യണ്ടേ? റൈറ്റ് നിന്ന് എത്രയാ? ബി 1 2 3, 4ാമത്തെ ആളാണ് ബി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു +1 കൂടി ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 4 ആൻസർ കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു റോയിൽ മൊത്തം 30 ആളുണ്ട്. ഒരാളുടെ പൊസിഷൻ, എന്റെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് 5 ആന്ന് പറഞ്ഞാൽ എന്റെ പൊസിഷൻ ഫ്രം റൈറ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ? മനസ്സിലായോ? മൊത്തം 30 പേരുണ്ട് ഒരു റോയിൽ. അതിൽ എന്റെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് 5 ആണെങ്കിൽ എന്റെ പൊസിഷൻ ഫ്രം റൈറ്റ് എന്തായിരിക്കും? എന്ത് ചെയ്യണം? നിങ്ങൾ 30 - 5 +1 ചെയ്യാൻ മറക്കരുത്. ഇതായിരിക്കും അല്ലെ? ഇപ്പൊ 26 ആയിരിക്കും എന്റെ പൊസിഷൻ ഫ്രം റൈറ്റ്. ഇത് ശ്രദ്ധിക്കാം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഞാനിപ്പോ ഇങ്ങനെ പറയാണ്, ഒരു റോയില് എന്റെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് 10 ആണ്, എന്റെ പൊസിഷൻ ഫ്രം റൈറ്റ് ഒരു 15 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം ആ റോയിൽ എത്ര കുട്ടികൾ ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പൊ എന്താ നിങ്ങളുടെ ആൻസർ? മനസ്സിലായല്ലോ? ഒരു റോയിൽ എന്റെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് 10 ആണ്, എന്റെ പൊസിഷൻ ഫ്രം റൈറ്റ് 15 ആണെങ്കിൽ ആ റോയിൽ മൊത്തം എത്ര കുട്ടികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അപ്പൊ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യും? 10ഉം 15ഉം ആഡ് ചെയ്യും. 10ഉം 15ഉം ആഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? 10ഉം 15ഉം ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 10ൽ എ ഇൻക്ലൂഡഡ് ആണ്. എന്റെ പൊസിഷൻ ആണ് ലെഫ്റ്റ് നിന്ന്, 10ൽ എ ഇൻക്ലൂഡഡ് ആണ്. 15ലും എ ഇൻക്ലൂഡഡ് ആണ്. കാരണം റൈറ്റ് നിന്ന് എന്റെ പൊസിഷൻ ആണ് നമ്മൾ, അപ്പൊ എ ഇൻക്ലൂഡ് ചെയ്തിട്ടാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വെറുതെ 10ഉം 15ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡബിൾ കൗണ്ട് ആവും എ. അപ്പൊ നമ്മൾ എനെ 2 തവണ ആഡ് ചെയ്യുന്ന പോലെയാവും. അപ്പൊ നിങ്ങൾ ഒരു -1 ചെയ്യണം. ഈ ഒരൊറ്റ കാര്യം, ഈ ഇവിടെ +1 ചെയ്യുന്നതും ഇവിടെ -1 ചെയ്യുന്നതും എന്ത് ചെയ്യണം? നിങ്ങൾ ഓർക്കണം. അതാണ് ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്ക്. റാങ്ക് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് അല്ലെ? ഒരാളുടെ റാങ്ക് ഫ്രം ടോപ്പ് അല്ലെങ്കിൽ ടോപ്പ് നിന്ന് നോക്കുമ്പം അയാളുടെ റാങ്ക് ഒരു 3rd ആണ്. ബോട്ടത്ത് നിന്ന് നോക്കുമ്പം അയാളുടെ റാങ്ക് ഒരു 10 ആണ്. ബോട്ടത്ത് നിന്ന് നോക്കുമ്പോൾ അയാളുടെ റാങ്ക് 10th ആണെന്ന് പറഞ്ഞാൽ മൊത്തം എത്ര കുട്ടികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 10ഉം 3ഉം കൂട്ടി 13 -1 ചെയ്യണം. അതായത് സെയിം തിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. എന്ത് ചെയ്യണം? ഇപ്പൊ ഒരാളുടെ ലെഫ്റ്റ് നിന്നുള്ള മൊത്തം കുട്ടികൾ തന്നിട്ടുണ്ട് ഒരു 30. അയാളുടെ ലെഫ്റ്റ് നിന്നുള്ള പൊസിഷൻ 10 ആന്ന് പറഞ്ഞാൽ
റൈറ്റ് എന്നുള്ള പൊസിഷൻ എത്രയാന്ന് ചോദിച്ചാൽ 30 - 10 നിങ്ങൾ മൈനസ് ആണ് ചെയ്യുന്നത് 10 അല്ലെ. അപ്പോൾ അവസാനം ഒരു +1 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ആളുടെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് 20 ആണ്, ഫ്രം റൈറ്റ് 30 ആണ് എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ 20 + 30 ചെയ്യുക. അപ്പൊ നിങ്ങൾ പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ ഒരു -1 കൂടി കൊടുക്കണം. ഈ ഒരൊറ്റ കാര്യം ഇതിന്റെ അകത്ത് ഓർക്കുക. ക്ലിയർ ആണല്ലോ. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തേ. ഇത് KS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2019. അപ്പൊ ഇതൊരു സർക്കുലർ ടേബിളിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഓക്കെ. ഇതില് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഈ സർക്കുലർ ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് വരുമ്പോൾ, സർക്കുലർ ടേബിൾ ഇങ്ങനെ ഒരു സർക്കുലർ ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇതിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയും ഫേസിങ് ദ സെന്റർ, അതേപോലെ തന്നെ ഫേസിങ് അവേ ഫ്രം ദ സെന്റർ. ഓക്കെ, അപ്പൊ ഈ ചുറ്റും ഇങ്ങനെ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാരും ഫേസിങ് ദ സെന്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താ? നോർമൽ ആണ്. ഇവിടെ ഒരു ചെയർ ഉണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങോട്ട് സെന്ററിലേക്ക് നോക്കി, അങ്ങനെയാണ് നമ്മളെല്ലാരും ഇരിക്കുക അല്ലെ, ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഓക്കെ, എന്നാൽ ചിലപ്പം ചില ക്വസ്റ്റ്യനിൽ PSCയിലൊന്നും അധികം യൂസ് ചെയ്യാറില്ല, എന്നാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചില ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും? ഫേസിങ് അവേ ഫ്രം ദ സെന്റർ എന്നിരിക്കും അല്ലെ. നിങ്ങളൊന്നും അങ്ങനെ ഇരിക്കാറുണ്ടാവില്ല, നമ്മളാരും അങ്ങനെ ഇരിക്കില്ല, പക്ഷെ തല തിരിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പൊ ഫേസിങ് അവേ ഫ്രം ദ സെന്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഫേസിങ് അവേ ഫ്രം ദ സെന്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, സംഭവിക്കാം. നമ്മൾ മറ്റേ സർക്കിളിൽ ഇങ്ങനെ ഒരു ഗെയിം ഒക്കെ കളിക്കൂലേ, സീറ്റ് പിടിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഗെയിമിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാമല്ലോ. അപ്പൊ ഫേസിങ് അവേ ഫ്രം ദ സെന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഉദാഹരണത്തിന് ഈ ഒരു സർക്കിളിൽ ഫേസിങ് ദ സെന്റർ ആണെന്ന് വിചാരിച്ചു, ഈ ഒരു സർക്കിളിൽ ഫേസിങ് അവേ ഫ്രം ദ സെന്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ചേഞ്ച് ആവും. ലെഫ്റ്റും റൈറ്റും എന്ത് സംഭവിക്കും? ചേഞ്ച് ആവും. ഉദാഹരണത്തിന് ഒരാൾ ഇങ്ങോട്ട് നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ അയാളുടെ റൈറ്റ് ഇതും ലെഫ്റ്റ് ഇതും ആണ് വരിക അല്ലെ. എന്നാൽ ഒരാൾ ഇങ്ങോട്ട് നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ അയാളുടെ ലെഫ്റ്റ് ഇതും വരും, റൈറ്റ് ഇതും വരും. അപ്പൊ ലെഫ്റ്റും റൈറ്റും മാറും. അപ്പൊ ഇത് ഇയാളുടെ ലെഫ്റ്റില് B ഇരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഇയാളുടെ ലെഫ്റ്റിൽ B ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫേസിങ് ദ സെന്റർ ആണ് B ഇവിടെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഫേസിങ് അവേ ഫ്രം ദ സെന്റർ ആണ് B ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് ചേഞ്ച് ചെയ്യും. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫേസിങ് ദ സെന്റർ, ഫേസിങ് അവേ ഫ്രം. അപ്പൊ UPSC ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾക്ക് ആ ഫേസിങ് ദ സെന്റർ, ഫേസിങ് അവേ ഫ്രം ദ സെന്റർ എന്ന് കറക്റ്റ് മെൻഷൻ ചെയ്യും. ഇനി ഒന്നും മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ നോർമൽ ഇരിക്കുന്ന പോലെ ഫേസിങ് ദ സെന്റർ ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പൊ ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നോർമൽ ആയിട്ട് ഫേസിങ് ദ സെന്റർ ആണെന്ന് അങ്ങ് വിചാരിച്ച് അങ്ങ് എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സർക്കുലർ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ഇതിൽ എത്ര പേരുണ്ട്? മൊത്തത്തിൽ 6 പേരുണ്ട്. അപ്പൊ ഞാൻ 6 പൊസിഷൻ വരയ്ക്കുക. 1, 2, 3, 4, 5, 6 പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ 6 ചെയർ ഇട്ടു. ഇനി ഇതിൽ പറയുന്നത് അതുൽ സിറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ബിനോയ്. അതുൽ എന്താണ്? ബിനോയിന്റെ നേരെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുൽ ഇവിടെയാണെങ്കിൽ എവിടെ വേണേലും വരയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് സർക്കുലർ ആയതുകൊണ്ട് നമ്മളതൊരു നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇവിടെ എയും ഇവിടെ B വരച്ചാലും ഓക്കെയാണ്. അപ്പൊ അതുൽ ഇവിടെയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ്, ഫ്രണ്ടിലാണ് ബിനോയ് ഇരിക്കുന്നത്. അപ്പൊ ബിനോയ് ഇവിടെ ഇരിക്കും. ഇത് വരയ്ക്കും. അടുത്തത് ഏലിയാസ് സിറ്റ്സ് ബിറ്റ്വീൻ അതുൽ ആൻഡ് ഡേവിഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുൽ ഓൾറെഡി നമുക്കറിയാം. ഏലിയാസ് എവിടെയായിരിക്കുന്നത്? അതുലിന്റെയും ഡേവിഡിന്റെയും ഇടയിൽ. അപ്പൊ ഏലിയാസ് ചിലപ്പോൾ ഇവിടെയും, ഡേവിഡ് ഇവിടെ വന്നാൽ അതുലിന്റെയും ഡേവിഡിന്റെ ഇടയിലാണ് ഏലിയാസ്. അല്ലെങ്കിൽ ഇങ്ങനെയും വരാലോ, ഏലിയാസ് ഇവിടെ, ഡേവിഡ് ഇവിടെയാണെങ്കിലും ഏലിയാസ് ഈസ് ഇൻ ബിറ്റ്വീൻ അതുൽ ആൻഡ് ഡേവിഡ്. അപ്പൊ ഏത് കണ്ടീഷൻ വേണേലും വരാം, അതാണ് എടുക്കുന്നതെങ്കിൽ. നെക്സ്റ്റ് പറയുന്നുണ്ട് ഫിറോസ് സിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ബിനോയ്.
അപ്പൊ ബിനോയിന്റെ ലെഫ്റ്റിലാണ് ഫിറോസ്. അപ്പൊ ബിനോയ് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഫിറോസ് വരിക. അപ്പൊ പിന്നെ ഈ കണ്ടീഷൻ വരില്ല. അപ്പൊ ഇവിടെ ഏലിയാസും ഇവിടെ ഡേവിഡും ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള ആള് ചായയാണ്. അപ്പൊ ചായ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അതുല ആൻഡ് ഫിറോസ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ബിനോയിന്റെ ഏലിയാസിന്റെ ഇടയിൽ പറയാനുള്ള ഇതാ, ബിനോയ് ഇവിടെയാണ്, ഏലിയാസ് ഇവിടെയാണ്, ഇടയിലുള്ള ആള് ഡേവിഡ് ആണ്. അപ്പൊ ഡേവിഡ് ആണ് ആൻസർ വരിക. ഓക്കെ ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു റോയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, റോയിലുള്ള അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഇതിലെന്താ 6 പേരുണ്ട്, റോയിലാണ്. ഞാൻ ഇങ്ങനെ നമ്മൾ 6 പേരെ വരച്ചാൽ മതി. ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പക്കാ പോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ, വൈ സിറ്റിംഗ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ആർ. അതെങ്ങനെ വേണേ വന്നൂടെ. ഇപ്പൊ എക്സ് ഇവിടെ, ആർ ഇവിടെയാണ്, വൈ വേണേ ഇവിടെ വരാം. അല്ലെങ്കിൽ ചിലപ്പം വേണേ ഇങ്ങനെ വരാം, ആർ ഇവിടെ, എക്സ് വരെ, വൈ ഇവിടെ വരാം. അല്ലെങ്കിൽ ആർ ഇവിടെ, എക്സ് ഇവിടെ, വൈ, ഇങ്ങനെ പല രീതിയിൽ ഇത് വരയ്ക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ആദ്യം തന്നെ അത് വെച്ച് അങ്ങ് തുടങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഇവിടെ അടുത്ത വായിച്ചു നോക്കിയാൽ എക്സ് ഇസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു സെഡ്. ഓക്കെ, സെഡ് ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു പി. ഹൂ ഈസ് സിറ്റിംഗ് ടു ദി എക്സ്ട്രീം ലെഫ്റ്റ്. അപ്പൊ എക്സ്ട്രീം ലെഫ്റ്റിൽ ആരാ ഉള്ളത്, പി ആണ് ഉള്ളത്. അപ്പൊ പി എക്സ്ട്രീം, അത് വെച്ച് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പറയുന്നുണ്ട് സെഡ് ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു പി. അപ്പൊ സെഡ് എന്തായാലും ഇവിടെ ആയിരിക്കും, ഇപ്പുറത്ത് ഒന്നുമില്ലല്ലോ. അപ്പൊ സെഡ് എന്തായാലും അവിടെ ഇരിക്കും. ഇനി എക്സ് ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു സെഡ്. അപ്പൊ എക്സ് ഇവിടെ ആയിരിക്കും. പിന്നെ നമുക്ക് എക്സിന്റെ ആറിന്റെ ഇടയിൽ വൈ വരണമെങ്കിൽ ആർ ഇവിടെയും വൈ ഇവിടെ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള ആൾ ആരാ, ക്യൂ. ക്യൂ അപ്പൊ ഇവിടെ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും പെട്ടെന്ന്. അപ്പൊ നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പക്ക പറഞ്ഞിരിക്കുന്ന പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്താണ്, അഡ്ജസന്റ് ടു എക്സ്. എക്സിന്റെ അഡ്ജസന്റ് ആരാ, സെഡും ഉണ്ട് വൈയും ഉണ്ട്. അപ്പൊ സെഡ് ആൻഡ് വൈ ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ അറേഞ്ച്മെന്റ്സിൽ സർക്കിൾ വെച്ചിട്ടുള്ള, റോ വെച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് കോമൺ ആയിട്ട് ചോദിക്കുക. ഇനി ഇത് UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തേ. ഓക്കെ, മനസ്സിലായില്ല. ഓക്കെ, നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നുകൂടി ഞാൻ പറയാം. ഇതിൽ 6 പൊസിഷൻ ആണ് ഉള്ളത്, 6 പൊസിഷൻ ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ വൈ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് ആറിൽ വെച്ചാൽ തുടങ്ങുന്നെങ്കിൽ നമുക്ക് പക്കാ പറയാൻ പറ്റില്ല. എക്സ് ഇവിടെയും ആർ ഇവിടെയും വൈ ഇവിടെയാണെങ്കിൽ വൈ സിറ്റ് ഇൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് ആർ ആണ്. എക്സ് ഇവിടെയും ആർ ഇവിടെയും വൈ ഇവിടെയാണെങ്കിലും വൈ സിറ്റിംഗ് എക്സ് ആൻഡ് ആർ ആണ്. ഇനി ആർ ഇവിടെയും എക്സ് ഇവിടെയും വൈ ഇവിടെയാണെങ്കിലും ഇൻ ബിറ്റ്വീൻ ആണ്. ഓക്കെ ഓക്കെ, അത് ഞാൻ ഒന്നുകൂടി പറയാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എങ്ങനെ വേണം, അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എപ്പോഴും ഒരു പക്കാ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആയിരിക്കണം. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്ത്, പി ഹൂ ഈസ് സിറ്റിംഗ് എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് വെച്ചാൽ പി ആണ് എക്സ്ട്രീം ലെഫ്റ്റിൽ ഇരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പി സിറ്റിംഗ് എക്സ്ട്രീം ലെഫ്റ്റിലാണ്. അത് പക്കാ പറഞ്ഞിരിക്കുക. എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവർ ഇങ്ങോട്ടാണോ എങ്കിലോ ഇരിക്കുന്നത്. അപ്പൊ ചില ക്വസ്റ്റ്യനിൽ ഇവർ പറയും ഇവർ നോർത്തിലേക്ക് നോക്കിയിരിക്കുന്നു, അല്ലെ സൗത്തിലേക്ക് നോക്കിയിരിക്കുന്നു. ആക്ച്വലി ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡയറക്ഷൻ അസ്യൂം ചെയ്താൽ മതി. എങ്ങനെ വന്നാലും ഓക്കെയാണ്. ഇപ്പൊ ഇയാൾ ഇങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നെങ്കിലും ഇങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നെങ്കിലും ഇത് മൊത്തം റിവേഴ്സ് ആവുകയുള്ളൂ. മനസ്സിലായോ? അതായത് ഇപ്പൊ ഇയാൾ നോർത്തിലേക്കാണ് നോക്കിയിരിക്കുന്നെങ്കിൽ ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സൗത്തിലേക്കാണ് നോക്കിയിരിക്കുന്നെങ്കിൽ ഇത് ലെഫ്റ്റ് ആവും, ഇത് റൈറ്റ് ആവും. ലെഫ്റ്റും റൈറ്റും മാറും. അപ്പൊ ഈ കേസിൽ എക്സ്ട്രീം ലെഫ്റ്റ് ഇത് വരും, ഈ കേസിൽ എക്സ്ട്രീം ലെഫ്റ്റ് ഇത് വരും. ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയും, അതായത് നോർത്തിലേക്ക് നോക്കിയിരിക്കുന്നു, സൗത്തിലേക്ക് നോക്കിയിരിക്കുന്നു എല്ലാവരും. ഒന്നും പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ അവസാനത്തെ ആൻസർ എപ്പോഴും സെയിം ആയിരിക്കും. കാരണം ഇത് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. അപ്പൊ നോർമലി നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നതായിട്ട് എടുക്കുക. അപ്പൊ നിങ്ങളുടെ ലെഫ്റ്റും അവരുടെ ലെഫ്റ്റ് സെയിം ആ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന പോലെ എടുക്കും. അപ്പൊ എക്സ്ട്രീം ലെഫ്റ്റ് ഇതാണ്. എക്സ്ട്രീം ലെഫ്റ്റിൽ ആരായിരിക്കുന്ന പി. അപ്പൊ പി എക്സ്ട്രീം ലെഫ്റ്റിൽ, അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്.
പിന്നെ പറയുന്നുണ്ട് Z ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു P. അപ്പൊ Pന്റെ അടുത്ത് ആരാ? Z ആണ്. Z എന്തായാലും ഇവിടെ സീറ്റ് ഇല്ലല്ലോ, ഇവിടെ ഇരിക്കില്ല. അപ്പൊ Z എന്തായാലും ഇവിടെ ഇരിക്കും. X ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് Z എന്ന് പറഞ്ഞാൽ X ഇവിടെ ആയിരിക്കും, Z അടുത്തായിരിക്കും. പിന്നെ Y ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ X ആൻഡ് R. Xന്റെ Rന്റെ ഇടയിലാ Y. അപ്പൊ X ഇവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പൊ R ഇവിടെയും Y ഇവിടെ ആയിരിക്കും, ബാക്കിയുള്ള Q ഇവിടെ ആയിരിക്കും. ക്വസ്റ്റ്യൻ Xന്റെ അഡ്ജസന്റ് ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഇത് Z ഉം ഇത് Y ഉം ആയിരിക്കും. ക്ലിയർ ആണ്? ആ പ്ലസ് മൈനസ് ഞാൻ പറയാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്തേ. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻ എന്താ? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കെയർലെസ് ആവാനുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കെയർലെസ് ആവുന്നോ അതൊക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ഓൺ വൺ സൈഡ് ഓഫ് എ 1.01 കിലോമീറ്റർ റോഡ്. 1.01 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? കാരണം ആൻസർ ഒക്കെ മീറ്റർ അല്ലേ, അപ്പൊ മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ 1.01 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1000 ചെയ്താൽ മതി മീറ്റർ ആവാൻ. അപ്പൊ 1010 മീറ്ററിന് നിങ്ങൾക്ക് കിട്ടും. 101 പ്ലാൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു റോഡ് ഉണ്ട്, ഈ റോഡ് ഒരു 100 മീറ്റർ ആണ് വിചാരിച്ചു, മൊത്തത്തിൽ ഡിസ്റ്റൻസ് 100 മീറ്റർ ആണ്. ഇതിൽ ഞാൻ ഒരു 5 പ്ലാന്റ് നടുക എന്ന് വിചാരിച്ചു. അപ്പൊ ഒരു പ്ലാന്റ് ഞാൻ ഇവിടെ നട്ടു, ഒരു പ്ലാന്റ് നട്ടു, ഒരു പ്ലാന്റ് 5 പ്ലാന്റ് അല്ല, ഒരു പ്ലാന്റ് നട്ടു, ഒരു പ്ലാന്റ് നട്ടു, ഒരു പ്ലാന്റ് നട്ടു, അങ്ങനെ മൊത്തം 5 പ്ലാന്റ് ഞാൻ നട്ടു. അപ്പൊ 2 പ്ലാന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഇപ്പൊ ഫസ്റ്റ് പ്ലാന്റും ലാസ്റ്റ് പ്ലാന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 100 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 2 പ്ലാന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 100/5 ആണോ ചെയ്യുക, 100/4 ആണോ ചെയ്യുക? അപ്പൊ നിങ്ങൾ നോക്കിയാൽ 5 പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇവരുടെ ഇടയിൽ 4 ഡിസ്റ്റൻസുകളേ ഉള്ളൂ. അപ്പൊ ശരിക്കും 100/4 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 25 ആണ് 2 പ്ലാന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് കിട്ടും. ഈ ഒരു കാര്യമാണ് ഇവിടെ നിങ്ങളെ കെയർലെസ് ആക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൊത്തം ദൂരം എന്ന് പറഞ്ഞാൽ 1010 മീറ്റർ ആണ്. 101 പ്ലാന്റ് ഉണ്ട്. 101 പ്ലാന്റ് ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ 100 ഡിസ്റ്റൻസുകളെ ഉണ്ടാവും. അപ്പൊ 2 പ്ലാന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ബൈ 100 ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 10.1 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ 2 പ്ലാന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 10.1 മീറ്റർ ആണ്. ഇനി 5 കോൺസിക്യൂട്ടീവ് പ്ലാന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ ചോദിച്ചത്. 5 കോൺസിക്യൂട്ടീവ് പ്ലാന്റിന്റെ അടുത്ത് 4 ഡിസ്റ്റൻസുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 4 × 10.1 ചെയ്യണം. എന്ന് വെച്ചാൽ ആൻസർ 40.4 ആണ്. അപ്പൊ ഇത് UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് 5 പേര് ഒരു റോയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 മരങ്ങളോ എന്തോ വാട്ടവർ, 5 പേര് ഒരു റോയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ 4 ഡിസ്റ്റൻസുകളെ ഉണ്ടാവൂ എന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കുക. അത് വെച്ച് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ PSC ഇപ്പം 1-2 കഴിഞ്ഞ എക്സാമുകളിലൊക്കെ PSC നടത്തിയ എക്സാമിലൊക്കെ UPSC-ന്ന് സെയിം ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ UPSC-ന്ന് അല്ലെങ്കിൽ UPSC മോഡൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി PSC ഇപ്പം കറന്റ് കഴിഞ്ഞ കുറച്ചു കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആക്ച്വലി പറഞ്ഞ പ്യുവർ റാങ്ക് അല്ലെങ്കിൽ പൊസിഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരാൾ ഒരു കാര്യം ഒന്നും കൂടി പറയോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് പറയാം, ബാക്കിയുള്ളവർ ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാണ്. മൊത്തം ഒരു 5 പേരുണ്ട് എന്ന് വിചാരിക്കുക. 5 പേരുണ്ട്. അപ്പൊ എ ബി സി ഡി ഇ. ബിന്റെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് എന്ന് രണ്ടാമതാണ് ബിന്റെ പൊസിഷൻ. അപ്പം ബിന്റെ പൊസിഷൻ ഫ്രം റൈറ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ മൊത്തം 5 പേരുണ്ട്. ബിന്റെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് 2 ആണ്. 2 ഞാൻ മൈനസ് ചെയ്താൽ നമുക്ക് 3 എന്ന ആൻസർ കിട്ടുക. പക്ഷേ 3 ആണോ ഫ്രം റൈറ്റ് ബിന്റെ പൊസിഷൻ? നിങ്ങൾ നോക്കിയേ, ഇ 1 2 3 4 ആണ് ബിന്റെ പൊസിഷൻ വരിക. കാരണം എന്താ? നിങ്ങൾ ഈ 5 ന്ന് 2 കുറച്ചാൽ നിങ്ങൾ ബിനെ അടക്കമാണ് മൈനസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആൾക്കാരാണ് ഈ 3. പക്ഷെ ബിന്റെ പൊസിഷൻ ഫ്രം റൈറ്റ് ചോദിച്ചാൽ ബിനെയും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു +1 ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു റോയിൽ 100 പേരുണ്ട്. അതിൽ എ എന്ന് പറഞ്ഞ ഒരാളുടെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് 10 ആണെങ്കിൽ ഫ്രം റൈറ്റ് എത്രയാന്ന് ചോദിച്ചാൽ 100 - 10 +1 ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, ഒരു മൊത്തം കുറെ പേരുണ്ട്, നമുക്ക് എത്രയാണെന്ന് അറിയില്ല. എന്റെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് ഒരു 10 ആണ്, ഫ്രം റൈറ്റ് ഒരു 30 ആണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? മൊത്തം എത്ര പേരുണ്ട് ചോദിച്ചാൽ 10 + 30 ആഡ് ചെയ്താൽ മതിയോ? ഇല്ല, -1 ചെയ്യണം. എന്തുകൊണ്ടാണ് -1 അവിടെ ചെയ്യുന്നത്? ഫ്രം ലെഫ്റ്റ് 10 എന്ന് പറഞ്ഞാൽ എ അതിൽ ഇൻക്ലൂഡഡ് ആണ്. എ അടക്കമാണ് 10 ലെഫ്റ്റ് എന്ന്. റൈറ്റ് 30, ഫ്രം റൈറ്റ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ അടക്കമാണ് 30 ഫ്രം റൈറ്റ്. അപ്പൊ ഞാൻ വെറുതെ 10ഉം 30ഉം ആഡ് ചെയ്താൽ 10ലും എ ഇൻക്ലൂഡഡ് ആ, 30ലും എ ഇൻക്ലൂഡഡ് ആ. അപ്പൊ എനെ നമ്മൾ 2 തവണ ആഡ് ചെയ്ത് പോകും. അതുകൊണ്ട് ആ ഒരു എനെ കുറയ്ക്കാനാണ് -1 ചെയ്യുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളുമാണ് പൊസിഷന്റെ ക്വസ്റ്റ്യനിലും റാങ്കിന്റെ ക്വസ്റ്റ്യനിലും ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തേ. Okay. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റോ, അതിനകത്ത് മൊത്തം 21 ഗേൾസ് ഉണ്ട്. ശരി. വെൻ പ്രിയങ്ക വാസ് ഷിഫ്റ്റഡ് ബൈ 4 പ്ലേസസ് ടു ദ റൈറ്റ്. ഇപ്പൊ പ്രിയങ്ക എവിടെയോ ഉണ്ട്, ഇവിടെയാണ് ഉള്ളതെന്ന് വിചാരിച്ച പ്രിയങ്കയെ എന്ത് ചെയ്തു? 4 പ്ലേസ് ടു ദ റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ 1 2 ഇത് 1 2 3 4 4 പൊസിഷൻ ടു ദ റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു. പ്രിയങ്ക അപ്പൊ ഇവിടെ എത്തി. പ്രിയങ്ക അങ്ങനെ 4 പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഉള്ള പൊസിഷൻ ആണ് 12th ഫ്രം ലെഫ്റ്റ് എൻഡ്. അപ്പൊ 4 പൊസിഷൻ ഷിഫ്റ്റ് ചെയ്താൽ പ്രിയങ്ക എന്താവുന്നുണ്ട്? 12th ഫ്രം ലെഫ്റ്റ് എൻഡ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏർലിയർ പൊസിഷൻ ഫ്രം റൈറ്റ് ആ ചോദിച്ചു. മനസ്സിലായോ? അപ്പൊ 4 പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് അവള് ലെഫ്റ്റ് എന്ന് 12 ആവുന്നത്. അപ്പൊ അവളുടെ ഏർലിയർ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇതെന്തായിരിക്കും? ഈ 12 4 കുറച്ചാ പോരെ? അപ്പൊ ഇത് 8 ആയിരിക്കും അവളുടെ ഏർലിയർ പൊസിഷൻ ഫ്രം ലെഫ്റ്റ്. നിങ്ങളൊന്ന് നോക്കിയേ, 9 10 11 12 അല്ലെ? ഇപ്പം 12ആ. അപ്പൊ നേരത്തെ എത്രയായിരിക്കും? 8 ആയിരിക്കും. 12 4 കുറയ്ക്കാം. അപ്പൊ പ്രിയങ്കയുടെ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് 8 ആണ്. അപ്പൊ ഫ്രം റൈറ്റ് എത്രയാ? 21 മൊത്തം -8 +1. 21 - 8 13 +1 14 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ ഡയറക്റ്റ് ചോദിച്ചില്ല. 8 ലെഫ്റ്റ് 8 ആണ് ഡയറക്റ്റ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 21 - 8 +1 ചെയ്യും. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ? കുറച്ചും കൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചോദിച്ചു? ലെഫ്റ്റ് 4 പൊസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ 12ആ. അപ്പൊ ഏളിയർ എത്രയാ? 8 ആണെന്ന് ഓർക്കണം.
അപ്പോൾ 21 - 8 + 1 ആയിരിക്കും റൈറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ശരി. അപ്പൊ റാങ്ക്സ് ആൻഡ് അറേഞ്ച്മെന്റ്സിൽ നിങ്ങൾ ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓർക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ആവറേജിലേക്ക് പോകാം. അപ്പൊ ആവറേജിൽ PSC ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന PSCs ഞാൻ നോക്കിയപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതില് നിങ്ങൾക്ക് ആവറേജ് ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ലോജിക്കലി ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അല്ലെങ്കിൽ അതിനൊരു ട്രിക്കും ഉണ്ട് ആ മോഡൽ ക്വസ്റ്റ്യൻ. ബാക്കിയൊക്കെ നമ്മൾ ആവറേജ് പഠിക്കുന്ന പോലത്തെ നോർമൽ രീതിയിൽ ആവറേജ് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് പഠിക്കാൻ നിങ്ങൾ ആവറേജിനെ കാണുന്ന രീതിയിൽ കുറച്ച് ചേഞ്ച് വരുത്തുക. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഇപ്പൊ ABCDE 5 പേരുണ്ട് എന്ന് വിചാരിച്ചു. എന്റെ കയ്യിൽ ഒരു 10 ചോക്ലേറ്റ്സ് ഉണ്ട്, ബിന്റെ കയ്യിൽ ഒരു 22 ചോക്ലേറ്റ് ഉണ്ട്, സിന്റെ കയ്യിൽ ഒരു 8 ചോക്ലേറ്റ് ഉണ്ട്, ഡിന്റെ കയ്യിൽ ഒരു 6 ചോക്ലേറ്റ് ഉണ്ട്, ഇന്റെ കയ്യിൽ ഒരു 4 ചോക്ലേറ്റ് ഉണ്ട്. അപ്പൊ ഇവരുടെ മൊത്തത്തിലുള്ള ആവറേജ് ഓഫ് നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് എത്രയാന്ന് ചോദിച്ചാൽ ജനറലി നിങ്ങൾ എന്താ ചെയ്യുക? ആവറേജ് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് മൊത്തം നിങ്ങൾ സം ചെയ്യുന്നു. അപ്പൊ 32, 40, 50 എന്ന് കിട്ടും. മൊത്തം സം 50 ആണ്. ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ട്? 1, 2, 5 പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവറേജ് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നമ്മൾ നോർമലി ആവറേജ് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ ഇതിന് ചിന്തിക്കുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം കൂടി വരുത്തുക. എന്ന് വെച്ചാൽ 10 എന്ന് പറഞ്ഞാൽ എന്താ? 10 എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ നമുക്ക് കിട്ടും. വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അതായത് ഇവരുടെ കയ്യിൽ മൊത്തം 50 ചോക്ലേറ്റ് ഉണ്ട്, എല്ലാം കൂടി. ആ ചോക്ലേറ്റ് ഞാൻ വാങ്ങി, ഇവരുടെ എല്ലാവരുടെയും ചോക്ലേറ്റ് ഞാൻ വാങ്ങിയപ്പം എന്റെ കയ്യിൽ ഇപ്പൊ എത്രയായി? 50 ആയി. എന്നിട്ട് ഞാൻ ഇവർക്ക് അത് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ ഈ 50 ചോക്ലേറ്റ് എന്ത് ചെയ്യാണ്? ഞാൻ ഇവർക്ക് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും 10 അല്ലേ കിട്ടുക? അല്ലെ? അതല്ലേ 10 × 5 = 50. അപ്പൊ മൊത്തം എന്താ ചെയ്തത്? മൊത്തം 50 ചോക്ലേറ്റ് ഉണ്ട്, ഞാൻ അതെല്ലാം കൂടി വാങ്ങി അവർക്ക് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഓരോരുത്തരുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ് ആയി? 10 ചോക്ലേറ്റ് ആയി. അത് തന്നെയല്ലേ ആവറേജ്? അപ്പൊ നിങ്ങൾ ആവറേജിനെ എങ്ങനെയും കൂടി കാണാൻ ശ്രമിക്കുക. ഞാൻ അത് മൊത്തം വാങ്ങിയിട്ട് തുല്യമായിട്ട് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അതും എന്ത് തന്നെയാണ്? ആവറേജ് തന്നെ വരും. ഈ ഒരു കാര്യം കൂടി ആവറേജിന്റെ കാര്യത്തിൽ ഓർക്കുക. നിങ്ങൾ ഇങ്ങനെ ഓർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ PSC ഏറ്റവും കോമൺ ആയിട്ട് ആവറേജ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലോജിക്കലി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് ആവറേജ് 10 എന്നൊക്കെ കിട്ടി. ഞാൻ ഇനി പറയാണ് രണ്ട് ചോക്ലേറ്റ് ഞാൻ എന്ത് ചെയ്യാണ്? 2 ചോക്ലേറ്റ് വീതം എല്ലാവർക്കും കൊടുത്തു. അപ്പൊ ഓരോരുത്തർക്കും 2 ചോക്ലേറ്റ് വീതം ഞാൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് എത്രയായിരിക്കും? അപ്പൊ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പൊ മൊത്തം 50 ആണ്. അപ്പൊ 2 ഓരോരുത്തർക്കും കൊടുത്തു. അപ്പൊ ഞാൻ മൊത്തം ഇപ്പം 5 പേർക്ക് 2 കൊടുത്താൽ 10 ആണ് കൂടിയത്. അപ്പൊ മൊത്തം 60 ആയി. എന്നിട്ട് 60/5 ഒക്കെ ചെയ്ത് ആവറേജ് കണ്ടുപിടിക്കാൻ അതിന്റെ ആവശ്യമില്ല. എത്രയാ വരിക? പറഞ്ഞത് മനസ്സിലായല്ലോ? ഓരോരുത്തരുടെ കയ്യിൽ എത്രയ്ക്കോ ചോക്ലേറ്റ് ഉണ്ട്, ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ആവറേജ് 10 ആണ്. അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഓരോരുത്തർക്കും 2 ചോക്ലേറ്റ് വീതം ഞാൻ കൊടുത്തു. അപ്പൊ പുതിയ ആവറേജ് എന്താണെന്ന് ചോദ്യം വന്നാൽ എന്തായിരിക്കും ആൻസർ? പറഞ്ഞേ, എന്താ പുതിയ ആവറേജ്? അതെ, 12 ആണ്. കാരണം എന്താ? 2 ചോക്ലേറ്റ് വീതം ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും 2 കിട്ടുന്ന പോലെയല്ലേ? എല്ലാവർക്കും 2 കിട്ടുന്ന പോലെയല്ല കിട്ടിയില്ലേ? അപ്പൊ എല്ലാവർക്കും തുല്യമായിട്ട് 2 കൂടി. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ എല്ലാവരുടെ കയ്യിലും 12 ഉണ്ട്. അത് തന്നെയായിരിക്കും ആവറേജ്. അല്ലെ? അതാ ഞാൻ പറഞ്ഞത്. ആവറേജിന് നിങ്ങൾ എങ്ങനെയും കൂടി കാണുക, എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്ന സാധനമാണ് ആവറേജ് എന്നുള്ളത് കൂടെ കാണുക. ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയാം. അപ്പൊ ഈ ഒരു കേസ് എടുക്കുക, എല്ലാവരുടെ കയ്യിലും കൂടെ 50 ചോക്ലേറ്റ് ഉണ്ട്. അപ്പൊ ആവറേജ് ഇപ്പൊ 10 ആണ്. അത് നമുക്ക് കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? 15 ചോക്ലേറ്റ് മൊത്തത്തിൽ ഇവർക്ക് എല്ലാവരും കൂടി കൊടുത്തു. ഏതോ ഓർഡറിൽ കൊടുത്തു, എന്താണെന്നൊന്നും നമുക്കറിയില്ല. 15 ചോക്ലേറ്റ് എങ്ങനെയൊക്കെയോ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് എന്താ? 15 ചോക്ലേറ്റ് മൊത്തത്തിലാണ് ഞാൻ എല്ലാവരും കൂടി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് എന്താന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? പെട്ടെന്ന് പറഞ്ഞേ, എന്താ വരിക? ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ എടുക്കണം? 15 ചോക്ലേറ്റ് ഞാൻ മൊത്തം എല്ലാവരും കൂടിയാ കൊടുത്തേ എന്ന് വെച്ചാൽ 5 പേരാ ഉള്ളത്. അപ്പൊ ഓരോരുത്തർക്കും എത്രയാ കിട്ടുക? തുല്യമായിട്ടാണ് ഈ 15 ചോക്ലേറ്റ് കൊടുക്കുന്നതെങ്കിൽ ഓരോരുത്തർക്കും 3 ചോക്ലേറ്റ് വീതം കിട്ടും. അപ്പൊ ആൻസർ എന്തായിരിക്കും? 13 ആയിരിക്കും. കാരണം എല്ലാവരുടെ കയ്യിൽ തുല്യമായിട്ട് ഇപ്പൊ 10 ഉണ്ട്. ഇനി എല്ലാവർക്കും 3 തുല്യമായിട്ട് കിട്ടിയ പോലെ. അപ്പൊ എല്ലാവരുടെ കയ്യിലും 13 ആയി. അപ്പൊ തുല്യമായിട്ട് എത്രയുള്ള എല്ലാവരുടെ കയ്യിലും? 13. അപ്പൊ ആവറേജ്, പുതിയ ആവറേജ് 10. ഈ ഒരു കാര്യം ഇത് ക്ലിയർ ആണോ? ഈ ഒരു രീതിയിലും കൂടെ നിങ്ങൾ ആവറേജിനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജനറലി PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ലോജിക്കലി തന്നെ ചെയ്യാൻ പറ്റും. അതായത് വെറുതെ ഇക്വേഷനിലേക്കൊന്നും പോവാതെ ലോജിക്കലി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം.
സെറ്റ് അല്ലേ? ഇതിനൊരു ട്രിക്കും കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് ആവറേജിൽ ഓർക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്, ഒരു 30, 40, 50, 60, 70, 80, 90, ഞാൻ ഇത്രയും നമ്പർ എഴുതി. ഇതിന്റെ ആവറേജ് എന്താ വരിക? 30, 40, 50, 60, 70, 80, 90. ഇതിന്റെ ആവറേജ് എന്തായിരിക്കും വരിക? അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്, ഇത് ഒരുപോലെ ആഡ് ചെയ്ത് പോകുന്ന നമ്പർ അല്ലേ? 30 10 കൂടിയ 40, 40 10 കൂടിയ, അപ്പൊ ഒരുപോലെ ആഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഒരുപോലെ ആഡ് ചെയ്താ പോകുന്നെങ്കിൽ ആരാണോ നടുവിലുള്ളത് അയാൾ തന്നെയായിരിക്കും ആവറേജ്. അപ്പൊ ഇവിടെ നടുവിലുള്ള ആളാരാ? 60. അപ്പൊ 60 തന്നെയാണ് ആവറേജ്. ശരിയല്ലേ? ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കാം, 30, 40, 50, 60, 70, 80 ഇവരുടെ ആവറേജ് എത്രയാ വരിക എന്ന് പറഞ്ഞേ. അപ്പൊ ഇത് ഒരുപോലെ ആഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ആണ്. ഇവരുടെ ആവറേജ് എന്താ പറഞ്ഞേ? ഓക്കെ. അപ്പൊ ഇവിടെ നടുവിലുള്ള ആളുണ്ടോ? അതായത് ഇവിടെ ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സ് ആയതുകൊണ്ടാണ് പക്ക നടുവിൽ ഒരാളെ നമുക്ക് കട്ടിയത്. ഇവിടെ 3 ആള്, ഇവിടെ 3 ആള്, നടുവിൽ 60. എന്നാൽ ഇവിടെ അങ്ങനെ 2 പേര് നടുവിലുണ്ട് അല്ലെ? 2 പേര് നടുവിലുണ്ടല്ലോ, ഈവൻ നമ്പർ ഓഫ് ആൾക്കാരായുണ്ട്. അപ്പൊ ഇവരുടെ നടുവിൽ എന്താ നോക്കിയാൽ മതി. 50ന്റെ 60ന്റെ ഇടയിൽ 55ആണ്. അപ്പൊ ആവറേജ് 55 ആയിരിക്കും. ഈ ഒരു കാര്യം കൂടി ഓർക്കാം. അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ഓർക്കാൻ പറ്റിയാൽ നമ്മൾ വെറുതെ ആഡ് ഒക്കെ ചെയ്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ ഇതിന്റെ ആവറേജ് ഒന്ന് പറഞ്ഞേ. 10, 10, 10, 15 അല്ലെ, പോട്ടെ, 16, 16, 16. ഇതിന്റെ ആവറേജ് എന്താ വരിക? 10, 10, 10, 16, 16, 16. ഇതിന്റെ ആവറേജ് എന്താ വരിക? ഓക്കെ, ഇതും നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇത് ഒരുപോലെ ആഡ് ചെയ്ത് പോകുന്ന നമ്പർ ഒന്നല്ല. എന്നാൽ 10ഉം 16ഉം കൂട്ടുമ്പോൾ ഒരേതാ വരുന്നത്. 10ഉം ഈ 16ഉം ഒന്ന് തന്നെയാണ്. 10ഉം 16ഉം ഒന്ന് തന്നെയാണ്. ഇങ്ങനെയാണെങ്കിലും നടുവിൽ ആരാ നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ 10ന്റെയും 16ന്റെയും നടുവിൽ ആരാ നോക്കിയാൽ മതി? 13 ആയിരിക്കും. ഓക്കെ. ഇനിയിപ്പോ ഇങ്ങനെ ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചോ. അതായത് ഉദാഹരണത്തിന് 50, 51, 52, 55 അല്ലെ, പോട്ടെ. ഓക്കെ. 50, 51, 52. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കുക 58, 59, 60. ഇതിന്റെ ആവറേജ് എന്തായിരിക്കും? 50, 51, 52, 58, 59, 60. ഇവരുടെ ആവറേജ് എന്തായിരിക്കും? അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയാലും 50ഉം 60ഉം കൂട്ടിയാൽ 110ആണ്. 51ഉം 59ഉം കൂട്ടിയാലും 110. കാരണം ഇവിടെ ഒന്ന് കൂടുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒന്ന് കുറയുന്നുണ്ട്. അതേപോലെ ഇവിടെ വീണ്ടും ഒന്ന് കൂടുന്നുണ്ട്, ഇവിടെ ഒന്ന് കുറയുന്നുണ്ട്. അപ്പൊ മൊത്തം ഈ നമ്പറും കൂട്ടിയാൽ 110, ഈ നമ്പറും കൂട്ടിയാൽ 110, ഈ നമ്പറും കൂട്ടിയാൽ 110. ഇങ്ങനെ വന്നാലും നടുവിൽ എന്താ നോക്കിയാൽ മതി. മനസ്സിലായോ? അപ്പോഴും 55ആണ് അല്ലെ? 50ന്റെ 60ന്റെ നടുവിൽ ആരാ നോക്കിയാലും മതി. 55ആണ് അപ്പോഴും ആൻസർ വരിക. അപ്പൊ ഇത് ഈ രീതിയിൽ ചില ട്രിക്സ് നിങ്ങൾക്ക് നോർമലി ആഡ് ഒക്കെ ചെയ്ത് ചെയ്യാം. പക്ഷെ അതല്ലാണ്ട് ഈ രീതിയിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 2 എക്സാമ്പിൾ എടുത്താൽ, ഇത് ആക്ച്വലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 2 എക്സാമ്പിളും അറിത്മെറ്റിക് പ്രോഗ്രഷനിലല്ലേ? 30ന്ന് 10 കൂടുന്നു, 40 ആവുന്നു, 40ന്ന് 10 കൂടുന്നു, 50 ആവുന്നു. അപ്പൊ അറിത്മെറ്റിക് പ്രോഗ്രഷനിലാണ് ആ 2 സീരീസും ഉള്ളത്. അപ്പൊ അറിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, ആവറേജ് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ചെയ്താലും മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം 30, ലാസ്റ്റ് ടേം 90, രണ്ടും ആഡ് ചെയ്താൽ 120, അതിന്റെ പകുതി 60 ആവറേജ് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. ഇത് AP യിലാണ്. ഫസ്റ്റ് ടേം 30, ലാസ്റ്റ് ടേം 80, 110 മൊത്തം ബൈ 2, 55 ആയിരിക്കും ആവറേജ് അല്ലെ? അങ്ങനെയും ചെയ്യാം. AP യിലാണെങ്കിൽ ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ബൈ 2 എന്ന് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ പറയാന്ന് വിചാരിച്ചോ. അതായത് 2, 7, 12,
17 ഇങ്ങനെ 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 പോയി 102 വരെ എഴുതി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആവറേജ് എന്താ വരിക എന്ന് പറഞ്ഞു. 2, 7, 12, 17 ഇങ്ങനെ ഇങ്ങനെ ഞാൻ എഴുതി 102 വരെ എഴുതി. അപ്പൊ ആവറേജ് എന്താ വരിക? ഇവിടെ നമ്മൾ നോക്കിയാൽ ഇത് എന്തിലാ? അറിത്മെറ്റിക് പ്രോഗ്രഷനിൽ 5 കൂടി കൂടി പോവുക. അപ്പൊ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ചെയ്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ 2 + 102 104/2 104/2 എന്ന് പറഞ്ഞാൽ 52. അപ്പൊ അതൊന്ന് ഓർക്കുക. അറിത്മെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ ആവറേജ് ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് ബൈ 2 ചെയ്താൽ മതി. ഇനി ഇതിൽ ആവറേജ് PSCയിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ, ചില ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കണം. ആവറേജിന്റെ അല്ല, സമ്മിന്റെ ഇക്വേഷൻസ്. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ ആവറേജ് എന്താന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത്, ഒന്ന് ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ സം എന്താണ്, അവരുടെ ആവറേജ് എന്താണ്. ഓക്കെ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ സം എന്താ എല്ലാവരും പഠിക്കുന്നതാണ്, n × n+1/2 ആണ് അല്ലെ. ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ സം ചോദിച്ചാൽ n × n+1/2 ആണ്. ഫസ്റ്റ് n നമ്പറിന്റെ ആവറേജ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ ആവറേജ് എന്തായിരിക്കും? ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ സമ്മ് കിട്ടുന്നത് അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇതാണ് സമ്മ്, അത് ബൈ n ചെയ്ത ആവറേജ് ആവൂലേ, അത് ബൈ n ചെയ്ത ആവറേജ് ആവൂലേ. അപ്പൊ ആവറേജ് എന്താ വരിക? ഒരു n അങ്ങ് ഇതിലത്തെ ഇക്വേഷൻ എന്താണോ അതിന്റെ ഒരു n വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പൊ n ഇവിടെ ഒരു n വെട്ടിക്കളഞ്ഞാൽ n+1/2 ആയിരിക്കും അവരുടെ ആവറേജ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണ്ട, പക്ഷെ സമ്മ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാം. അപ്പൊ സമ്മ് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ആവറേജ് ചോദിച്ചാൽ ഒരു n വെട്ടിക്കളഞ്ഞിട്ട് എന്താണോ അതായിരിക്കും ആവറേജ്. മനസ്സിലായി? അപ്പൊ സമ്മ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക, ആവറേജ് നോക്കണ്ട. കാരണം ആവറേജ് ചോദിച്ചാൽ n ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ശരി, ഇനി ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സം എന്താ ആർക്കും അറിയോ? ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ പറയാണ് 1 + 3 + 5 + ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ 1 + 3 + 5 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 ഓഡ് നമ്പറിന്റെ സം. ഇനി ഒരു 7 കൂടിന്റെ ഫസ്റ്റ് 4 ഓഡ് നമ്പറിന്റെ സം അല്ലെ. അപ്പൊ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ സം n² ആണ് വരിക. അപ്പൊ ഫസ്റ്റ് 10 ഓഡ് നമ്പറിന്റെ സം ചോദിച്ചാൽ 10² എന്ന് വരും. ഫസ്റ്റ് 20 ഓഡ് നമ്പറിന്റെ സം ചോദിച്ചാൽ ഫസ്റ്റ് 20 ഓഡ് നമ്പർ ആണ് 20² 400, അങ്ങനത്തെ രീതിയിൽ. അപ്പൊ ഫസ്റ്റ് n ഓഡ് നമ്പറിന്റെ സം n² ആണെങ്കിൽ ആവറേജ് എന്താ? ഒരു n വെട്ടിക്കഴിഞ്ഞാൽ n² ഒരു n വെട്ടിയാൽ n തന്നെ കിട്ടും. അപ്പൊ ഫസ്റ്റ് 100 ഓഡ് നമ്പറിന്റെ ആവറേജ് എന്താ? 100. ഫസ്റ്റ് 200 ഓഡ് നമ്പറിന്റെ ആവറേജ് എന്താ? 200. n തന്നെ വരും. ഇനി അതേപോലെ ഫസ്റ്റ് n ഈവൻ നമ്പറിന്റെ സം ആർക്കെങ്കിലും അറിയോ? ഫസ്റ്റ് n ഈവൻ നമ്പറിന്റെ സം, ഫസ്റ്റ് n ഈവൻ നമ്പറിന്റെ സം n × n+1 ആ വരിക. n × n+1. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് n ഈവൻ നമ്പറിന്റെ ആവറേജ് ചോദിച്ചാൽ ഒരു n വെട്ടിക്കളഞ്ഞാൽ n+1 ആയി. അപ്പൊ ഫസ്റ്റ് 100 ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് ചോദിച്ചാൽ 101, n+1 ചെയ്താൽ മതി. ഫസ്റ്റ് 200 ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് ചോദിച്ചാൽ 200 + 1 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഫസ്റ്റ് n സ്ക്വയേഴ്സിന്റെ സം അറിയോ നിങ്ങൾക്ക്? ഫസ്റ്റ് n സ്ക്വയേഴ്സിന്റെ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്ക്വയർ എന്താ? 1², 1. അടുത്ത സ്ക്വയർ 2², 4. അടുത്ത സ്ക്വയർ 3². ഇങ്ങനെയാണ് സ്ക്വയേഴ്സ് ആണ് ആഡ് ചെയ്ത് പോകുന്നതെങ്കിൽ ഫസ്റ്റ് n സ്ക്വയേഴ്സിന്റെ സം ചോദിച്ചാൽ n × n+1 × 2n+1/6. ഇതൊന്നും അങ്ങനെ ചോദിക്കൂല. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ അറിയാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ആവറേജ് ആയി ചോദിക്കുന്നെങ്കിൽ ഇതിൽ ഒരു n വെട്ടിക്കളഞ്ഞാൽ n+1 × 2n+1/6 എന്നാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് n സ്ക്വയേഴ്സിന്റെ സം ചോദിച്ചാൽ n × n+1 × 2n+1/6. ഇനി ഫസ്റ്റ് n ക്യൂബ്സിന്റെ സം ആർക്കെ അറിയും? എന്ന് വെച്ചാൽ 1³ + 2³ + 3³ അങ്ങനെ. അപ്പൊ ഫസ്റ്റ് n ക്യൂബിന്റെ സം ആർക്കെങ്കിലും അറിയോ? അത് വരിക n² × n+1² / 4. എന്ന് വെച്ചാൽ എന്തെന്നെയാ? n × n+1/2 ഇല്ലേ, അതിന്റെ സ്ക്വയർ ആണ്. അതിനെ മൊത്തം സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെയാവുക? n² ആയി, n+1²/2 4. അതായത് നമ്മുടെ ഈ സാധനമല്ലേ ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ n × n+1/2, അത് തന്നെ കണ്ടുപിടിച്ചിട്ട് ഒരു സ്ക്വയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഫസ്റ്റ് n ക്യൂബ്സിന്റെ സം ചോദിച്ചാൽ n² × n+1/4 ആണ് വരിക. അപ്പൊ അവരുടെ ആവറേജ് ചോദിച്ചാൽ ഇതിൽ ഒരു n വെട്ടിക്കളഞ്ഞാൽ n² ഒരു n പോയാൽ n × n+1² / 4 എന്നാവും.
ഇതൊക്കെ പറ്റുകയാണെങ്കിൽ മാത്രം ബൈഹാർട്ട് പഠിക്കുക. ഈ സാധനങ്ങൾ സമ്മ് ബൈഹാർട്ട് പഠിച്ചാൽ ആവറേജ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പൊ സം പറ്റുകയാണെങ്കിൽ ബൈഹാർട്ട് പഠിക്കുക. കാരണം ഇങ്ങനത്തെ SSC PSC പോലത്തെ എക്സാംസിൽ ഇത് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇത് ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ശരി, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ ഫസ്റ്റ്. ഓക്കെ, ആവറേജ് ഓഫ് 6 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്. ഓക്കെ, ഇത് ആക്ച്വലി ആവറേജ് ഒന്നും കാണേണ്ട ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അതായത് നിങ്ങളോട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾ എടുക്കുക? കോൺസിക്യൂട്ടീവ് നമ്പർ പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ A ആണെന്ന് വിചാരിക്കാം. അപ്പൊ അടുത്തത് A+1 ആയിരിക്കും, അടുത്തത് A+2 ആയിരിക്കും, ഇങ്ങനെയാണ് പോവുക കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈവൻ എന്ന് പറയുമ്പോൾ ഒരു ആദ്യത്തത് A ആണ്, അടുത്തത് A+2 അല്ലേ വരിക. അപ്പൊ 2 ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ 4 അല്ലേ വരിക. അപ്പോൾ ഈവൻ നമ്പർ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പൊ ഇവിടെ മൊത്തം 6 കോൺസിക്യൂട്ടീവ് ചെയ്യുന്നു. അപ്പൊ 6 എണ്ണം നമുക്ക് വരച്ചു നോക്കാം. A+2 A+4 3 4 5 6 6 എണ്ണം വരുമ്പോഴേക്ക് ഇതൊക്കെ ആയിരിക്കും നമ്പേഴ്സ്. ഇതിലത്തെ ഓക്കെ, ഇത് 25 ആണെന്നൊക്കെ തന്നിട്ടുണ്ട്, പോട്ടെ. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്? സ്മോളസ്റ്റ് A ആണ്, ലാർജസ്റ്റ് A+10 ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 10 അല്ലേ? ഇതിന് ആവറേജ് ഒക്കെ പോയി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വെറുതെ അത് ഓവർ ആക്കാൻ തന്നിരിക്കുക. അപ്പൊ ശരിക്കും ജസ്റ്റ് നിങ്ങൾ ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ് 10 ആണെന്നുള്ളത്. പിന്നെ അതിൽ ആവറേജ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ശരി, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുശേഷം നമുക്കിത് ചെയ്തു നോക്കാം. അതിനുശേഷം വേറെ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ആവറേജിനെ നമ്മൾ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് മോഡൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വളരെ കോമൺ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇൻ എ കമ്പനി there are 50 എംപ്ലോയീസ്. ഒരു കമ്പനിയിൽ 50 എംപ്ലോയീസ് ഉണ്ട്. ഒരു എംപ്ലോയി വെയിങ് 64 കിലോ റിട്ടയർഡ്. ഒരാൾ 64 കിലോഗ്രാം ഉള്ള വെയിറ്റ് ഉള്ള ഒരാൾ റിട്ടയർ ചെയ്തു, അയാൾ പോയി. എന്നിട്ട് പുതിയൊരു എംപ്ലോയി ജോയിൻ ചെയ്തു. പുതിയൊരു എംപ്ലോയി അവിടേക്ക് ജോയിൻ ചെയ്തു. അപ്പൊ 64 ഉള്ള ഒരാൾ പോയിട്ട് പുതിയൊരാൾ വരികയാണേ. അപ്പൊ എന്ത് സംഭവിച്ചു? അങ്ങനെ പുതിയൊരാൾ വന്നപ്പം ആവറേജ് വെയിറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 250 ഗ്രാംസ്. അപ്പൊ എന്ത് സംഭവിച്ചു? മൊത്തത്തിലുള്ള ആവറേജ് വെയിറ്റ് 250 ഗ്രാം കൂടി. ഒരാൾ പോയിട്ട് ഒരാൾ വരുന്നപ്പം മൊത്തത്തിൽ 250 ഗ്രാം കൂടി. എന്ത്? ആവറേജ്. അങ്ങനെയാണെങ്കിൽ പുതിയ എംപ്ലോയിന്റെ വെയിറ്റ് എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ എല്ലാം കിലോഗ്രാമിലാണല്ലോ, ഇത് 64 കിലോഗ്രാം എന്നൊക്കെ. അപ്പൊ ആൻസറും കിലോഗ്രാമിൽ. അപ്പൊ നമ്മൾ 250 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 1/4 കിലോഗ്രാം ആണ് അല്ലെ? 250 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000ന്റെ 4 ഭാഗമാണ്. എന്ന് വെച്ചാൽ 1/4 കിലോ ആണ് 250 ഗ്രാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ഇത് ലോജിക്കലി, ഇതിനൊരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ലോജിക്കലി ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. 50 പേരുണ്ട്. അപ്പൊ കുറെ പേരുണ്ട് എന്ന് വിചാരിച്ചോ. കുറെ പേര് അങ്ങനെ കുറെ പേരുണ്ട്, 50 പേര്. അവരുടെ ആവറേജ് എത്രയോ ആണ് നമുക്ക് അറിയില്ല. ഓക്കെ, അവരുടെ ആവറേജ് എത്രയോ ആണ് നമുക്ക് അറിയില്ല. ഇതിനകത്ത് Z ആണ് പോയെന്ന് വിചാരിച്ചോ. Z എന്ന് പറഞ്ഞ എംപ്ലോയി പോയി. അയാൾ 64 കിലോ ഉള്ള ആളാണ്, അയാൾ പോയി. പിന്നെ പുതിയ ഒരാൾ വന്നു. ഓക്കെ, പുതിയൊരു X വന്നു എന്ന് വിചാരിച്ചോ. പുതിയൊരു X വന്നു. ഇനി Xനും 64 കിലോ തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ Z പോയി, 64 കിലോ ഉള്ള Z പോയി, X വന്നു. Xന് 64 കിലോ തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആവറേജിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ലല്ലോ. കാരണം പോയി വന്ന ആൾക്ക് അതേ ആവറേജ്, അതേ വെയിറ്റാ. അപ്പൊ ആവറേജിൽ ചേഞ്ച് ഉണ്ടാവില്ല. 64 പോയി 64 തന്നെ വരികയാണ്, ആവറേജിൽ ചേഞ്ച് ഇല്ല. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ആവറേജ് 1/4 കിലോ കൂടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ?
അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഏവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലത്തെ സാധനമാണ്. അപ്പൊ 1/4 കിലോ ഏവറേജ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇപ്പൊ എത്ര പേരാള്, 50 പേരാള്, ഒരാൾ പോയിട്ട് ഒരാൾ വരിക, അപ്പൊ 50 തന്നെയാണ് ഇപ്പോഴും ഉള്ള ആൾക്കാരുടെ എണ്ണം. അപ്പൊ 50 ആൾക്കാർക്കും 1/4 കിലോ കൂടിയതുപോലെയല്ലേ. ഏവറേജ് 1/4 കൂടി എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ 50 ആൾക്കാർക്കും 1/4 കിട്ടിയ പോലെയല്ലേ. അതാണല്ലോ ഏവറേജ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ മൊത്തം എത്ര വെയിറ്റ് കൂടി, 50 പേർക്കും 1/4 കൂടിയിട്ടുണ്ടെങ്കിൽ മൊത്തം വെയിറ്റ് 1/4 × 50 കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 50/4 കൂടിയിട്ടുണ്ട്. 50/4 എന്ന് പറഞ്ഞാൽ എന്താ, 50ന്റെ പകുതിന്റെ പകുതി, 50ന്റെ പകുതി 25, 25ന്റെ പകുതി 12.5 എന്ന് വെച്ചാൽ മൊത്തം സമ്മ് നോക്കുമ്പം 12.5 കിലോ കൂടിയിട്ടുണ്ട്. ആ 12.5 കിലോ ആണ് ഈ 50 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെയാണ് ഓരോരുത്തർക്കും 250 ഗ്രാം കൂടുന്നത്. അപ്പൊ മൊത്തം 12.5 കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, അതായത് 64 ഉള്ള ഒരാൾ പോയി 64 എന്നുള്ള ഒരാൾ വരികയാണെങ്കിൽ ആവറേജിൽ ചേഞ്ച് ഇല്ല. പക്ഷെ 12.5 കൂടി മൊത്തത്തിൽ, അപ്പൊ 64 + 12.5 ആയിരിക്കും ഇയാളുടെ വെയിറ്റ്. എന്ന് വെച്ചാൽ എത്ര വെയിറ്റ്, 76 അയാളുടെ വെയിറ്റ്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്, ലോജിക്കലി പറഞ്ഞത്? ഇത് അല്ലാണ്ട് ചെയ്യണേ കുറെ ടൈം എടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സമ്മ് എസ് എന്നൊക്കെ അസ്യൂം ചെയ്ത് S/50 = എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഈ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലോജിക്കലി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്നത്. ക്ലിയർ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? ഒന്നുകൂടി പറയണോ? ഇത്രയേ ഉള്ളൂ. കുറെ ആൾക്കാരുണ്ട്, 50 പേരുണ്ട്, അതിൽ ഒരാൾ പോയി ഒരാൾ വരികയാണ്. ചിലപ്പോൾ പുതുതായിട്ടായിരിക്കും ഒരാൾ വരുന്നത്, ആരും പോവാതെ. പക്ഷെ ഇവിടെ ഒരാൾ പോയിട്ട് ഒരാൾ വരികയാണ്. അപ്പൊ അയാളുടെ വെയിറ്റ് 64 ആണെങ്കിൽ ആവറേജ് അങ്ങനെ തന്നെ നിന്നേനെ. പക്ഷേ 250 ഗ്രാം അല്ലെങ്കിൽ 1/4 കിലോ കൂടുന്നുണ്ട് ആവറേജ്. എന്ന് വെച്ചാൽ തുല്യമായിട്ട് എല്ലാവർക്കും 1/4 കിട്ടുന്ന പോലെയാണ്. 50 പേർക്കും തുല്യമായിട്ട് 1/4 കിട്ടിയാൽ മൊത്തത്തിൽ 50/4 കൂടിയിട്ടുണ്ട്. അതാണ് 12.5. അപ്പൊ 64 + 12.5 അത്രയേ ഉള്ളൂ. ക്ലിയർ ആണ്? ഇനി ഇത് ഞാൻ ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. ആ ട്രിക്കും കൂടെ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം ഇവിടുത്തെ ആവറേജ് നമുക്ക് അറിയില്ല, ഞാൻ A ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, ആദ്യം 50 പേരുണ്ടായിരുന്നു. 50 പേരുണ്ടായിരുന്നപ്പോ ആവറേജ് A ആണ് എന്ന് വിചാരിക്കാം. ഒരാൾ പോയി ഒരാൾ വന്നപ്പോഴും ആൾക്കാരുടെ എണ്ണം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഒരാൾ പോയിട്ടാ ഒരാൾ വരുന്നത്. ആൾക്കാരുടെ എണ്ണം 50 തന്നെയാണ്. അപ്പൊ ആവറേജ് എത്രയായി, A + 1/4 ആയിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് വന്ന ആളെ വെയിറ്റ് എന്താണ്? അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ എത്ര വന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 50 തന്നെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് വെച്ചാൽ ആൾക്കാരുടെ എണ്ണത്തിൽ 0 ഇൻക്രീസ്. ആവറേജിൽ ഇൻക്രീസ് A + 1/4 ആയി എന്ന് പറഞ്ഞാൽ 1/4 ആണ് ആവറേജിലുള്ള ഇൻക്രീസ്. ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ 0 × A + 1/4, ഇവിടെ എന്താണോ ഉള്ളത് അത് ചെയ്യാം, പ്ലസ് 1/4 × 50 ഇത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും എത്ര എക്സ്ട്രാ വന്നു. ഇതൊരു ട്രിക്കാണ്, നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ലോജിക്ക് വെച്ച് ഓക്കെ ആയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ട്രിക്ക് ഉപയോഗിക്കാം. ട്രിക്ക് എന്താണ്, 50 ഉള്ള ആൾ 50 തന്നെ നിന്നു, ആൾക്കാരുടെ എണ്ണത്തിൽ 0 ചേഞ്ച്, ആവറേജിൽ 1/4 ആണ് ചേഞ്ച്. A ഉള്ളത് A + 1/4 ആയിട്ടുണ്ട്. അപ്പം എത്ര എക്സ്ട്രാ വെയിറ്റ് വന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഉള്ള 0 × ഇവിടെ എന്താണോ ഉള്ളത് A + 1/4 പ്ലസ് ഇവിടെ ഉള്ള 1/4 × ഈ 50 ചെയ്യാം. അപ്പൊ 0 × A + 1/4 0, 1/4 × 50 ചെയ്യുമ്പോഴാണ് 50/4 എന്ന് വെച്ചാൽ 12.5. അപ്പൊ എക്സ്ട്രാ വന്നത് 12.5ആണ്. 64 പോയിട്ട് എക്സ്ട്രാ വന്നതാണ് 12.5. അപ്പൊ 64 പോയിട്ട് 64 തന്നെ വരണോ, അതിന്റെ കൂടെ ഒരു 12.5 കൂടി വന്നു. അങ്ങനെ ചെയ്താലും 76 കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഞാനൊരു ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്തേ. അപ്പൊ നിങ്ങൾക്ക് ലോജിക്കലി ആലോചിച്ച് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ട്രിക്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം.
ഓക്കെ, ഞാൻ രണ്ട് രീതിയിലും കാണിച്ചു തരാം. ട്രിക്ക് ഉപയോഗിച്ചും കാണിച്ചു തരാം, ലോജിക് ഉപയോഗിച്ചിട്ടും കാണിച്ചു തരാം. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? അതായത് ഇവിടെ എങ്ങനെയാ എടുക്കേണ്ടത്? 14 സ്റ്റുഡൻസ്, കുറെ സ്റ്റുഡൻസ് ഉണ്ട്, ABCD കുറെ സ്റ്റുഡൻസ് ഉണ്ട്, 14 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വിചാരിച്ചു. ഇവരുടെ ആവറേജ് 42 എന്ന് വെച്ചാൽ എല്ലാവർക്കും 42 ഈക്വലി ഡിവൈഡ് ചെയ്ത പോലെയാണ്. അതാണല്ലോ ആവറേജ്. അപ്പൊ എല്ലാവർക്കും 42 ആണെന്ന് വിചാരിക്കും. ഇഫ് ദ വെയിറ്റ് ഓഫ് ടീച്ചർ, ഇവിടെ ആരും പോകുന്നില്ല കേട്ടോ, ടീച്ചർ എക്സ്ട്രാ വന്നു. ടീച്ചർ എക്സ്ട്രാ വന്നപ്പം ആവറേജ് മൊത്തം 600 ഗ്രാം കൂടി. 600 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.6 കിലോഗ്രാം കൂടി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ടീച്ചറുടെ വെയിറ്റും 42 ആയിരുന്നു എങ്കിൽ, ടീച്ചറുടെ വെയിറ്റും 42 ആയിരുന്നു എങ്കിൽ ആവറേജ് അതേപോലെ നിന്നേനെ. കാരണം എല്ലാവർക്കും തുല്യമായിട്ട് ഇപ്പൊ 42 ആണ്. ആവറേജ് 42 നിന്നേനെ. പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട്? 0.6 കിലോ ആവറേജ് കൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ മൊത്തം എത്ര പേരുണ്ട്? ടീച്ചറും കൂടി വന്നപ്പോ 15 പേരുണ്ട്. ഈ 15 പേർക്കും 0.6 എക്സ്ട്രാ കിട്ടുകയാണ്. അതാണല്ലോ ആവറേജ് എന്ന് പറഞ്ഞാൽ 600 ഗ്രാം അല്ലെ 0.6 കിലോ കൂടി എന്ന് പറഞ്ഞാൽ ഈ 15 പേർക്കും തുല്യമായിട്ട് 0.6 കൂടിയ പോലെയാണ്. അപ്പൊ മൊത്തം എത്ര കൂടി? 15 പേർക്കും 0.6 കിട്ടിയിട്ടുണ്ട്. 15 × 0.6, 15 × 6 90, പിന്നെ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് 9. അപ്പൊ മൊത്തത്തിൽ കൂടിയ സാധനം 9 ആണ്. അപ്പൊ 42 ആയിരുന്നുവെങ്കിൽ അങ്ങനെ തന്നെ നിന്നേനെ. പക്ഷെ ഒരു 9 കൂടുന്നുണ്ട് മൊത്തത്തിൽ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 42 + 9 ചെയ്താൽ 51 എന്ന് കിട്ടും. മനസ്സിലായോ? ഇതാണ് ലോജിക്ക് വെച്ച് ചെയ്യാൻ പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾ ട്രിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ 14 സ്റ്റുഡൻസിന്റെ ആവറേജ് 42 ആണ്. ടീച്ചറും കൂടി വന്നപ്പോ 15 എണ്ണായി. അപ്പൊ ആവറേജ് 42.6 ആയിട്ടുണ്ട് അല്ലെ? അതാണ് ക്വസ്റ്റ്യനിൽ തന്നെ. അപ്പൊ ഇവിടെ ആൾക്കാരുടെ എണ്ണം 1 കൂടിയിട്ടുണ്ട്, ആവറേജ് 0.6 ആണ് കൂടിയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 1 × 42.6, 42.6 പ്ലസ് 0.6 × 14, 0.6 × 14 ചെയ്യുമ്പോൾ 8.4 എന്ന് കിട്ടും. അത് കുറച്ചും കൂടി എന്താ അതിൽ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. 6 × 14 84 ആണ്. അപ്പൊ അതിൽ പോയിന്റ് ഇട്ട 8.4 ആയി അല്ലെ? അപ്പോ ഇത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 51 കിട്ടും. ഇവിടെ എന്തുകൊണ്ടാണ് നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്തപ്പോൾ നമുക്ക് 12.5 കിട്ടിയുള്ളായിരുന്നു. എന്നിട്ട് 64ന്റെ കൂടിയാണ് നമ്മൾ അത് ആഡ് ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം ഒരാൾ പോയിട്ട് ഒരാൾ വരിക. അപ്പൊ മൊത്തത്തിൽ അവിടെ എക്സ്ട്രാ വന്നതാ 12.5. ഇവിടെ ടീച്ചർ മൊത്തത്തിലേ വരിക. അപ്പൊ ഈ ട്രിക്ക് ഉപയോഗിച്ച ടീച്ചർ മൊത്തത്തിൽ പുതിയ ആളല്ലേ? അപ്പൊ മൊത്തത്തിൽ പുതുതായിട്ട് മൊത്തത്തിൽ 51 വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഡയറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ ഇങ്ങനെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ലോജിക്കും ട്രിക്കും. അതിൽ ലോജിക്ക് വെച്ചാണ് ഞാൻ ചെയ്യാൻ പ്രിഫർ ചെയ്യുക. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായില്ലെങ്കിൽ വേണമെങ്കിൽ ട്രിക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി ആവറേജിൽ നമുക്ക് ഒരു 2-3 ടൈപ്പും കൂടി ക്വസ്റ്റ്യൻ നോക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇന്നത്തെ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്തേ. നിങ്ങൾ ഇത് കൂടാണ്ട് ഞാൻ ആദ്യം അയച്ച ഫുൾ PDF ഉണ്ടല്ലോ, അതിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ച. അതൊന്ന് ചെയ്യണം കേട്ടോ നിങ്ങൾ. അതിന്റെ ആൻസേഴ്സും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ആൻസേഴ്സും സൊല്യൂഷൻസും ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അതിന്റെ കീന്നോ സൊല്യൂഷൻസ് എഴുതിയിട്ട് ഒരു PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഷെയർ ചെയ്തത് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അപ്പം തന്നെ ആൻസറും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള മൂഡ് പോകില്ലേ? അപ്പൊ അതുകൊണ്ടാണ് രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ആ ആൻസർ ഒന്നും ഇല്ലാത്ത PDF നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാൻ. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസറിന്റെ PDF നോക്കുക. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞുതരാം. ഇത് നോർമലി ചെയ്യാൻ നല്ല പാടാ. നിങ്ങൾ നോർമൽ രീതിയിൽ ബോയ്സിന്റെ എണ്ണം B ആണ് അങ്ങനെയൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പാടാ. ഇതിനൊരു ഐഡിയ ഉണ്ട് ചെയ്യാൻ.
അതായത് ഇവിടെ ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യനും വരാറുണ്ട്. അതായത് ആവറേജ് മാർക്സ് ഓഫ് എ ബോയ്സിന്റെ മാത്രം ആവറേജ് 62, ഗേൾസിന്റെ മാത്രം ആവറേജ് 52. അപ്പൊ ബോയ്സിന്റെ മാത്രം ആവറേജ് 62ആണ്, ഗേൾസിന്റെ മാത്രമായിട്ടുള്ള ആവറേജ് 52ആണ്. ആവറേജ് മൊത്തത്തിലുള്ള ബോയ്സും ഗേൾസും എല്ലാം കൂടി എടുക്കുമ്പോഴുള്ള ആവറേജ് 60ആണ്. ഇതാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് ബോയ്സ് ആണ്. ഇപ്പൊ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ പെർസെന്റേജിൽ ചോദിക്കാം, ചിലപ്പോൾ റേഷ്യോ ആയിട്ടും ചോദിക്കാം. ബോയ്സിന്റെ ഗേൾസിന്റെ റേഷ്യോ എന്താണെന്ന് ചോദിക്കാം. ആ രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ വരാം. ഇതിൽ ഇത്രയേ ചെയ്യാനുള്ളൂ. നിങ്ങൾ ഇങ്ങനത്തെ നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൽ വരുന്ന ട്രിക്ക് ഉണ്ട് ഇതേപോലെ ചെയ്യുന്നത്. അത് അവിടെ ഞാൻ മിക്സ്ചേഴ്സ് നാളെ അധികം എടുക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ ഇടും, ഇങ്ങനത്തെ രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെയും ഇവിടെയും കണ്ടുപിടിക്കണം. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 62 മൈനസ് 60 ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും. 60 മൈനസ് 52 ചെയ്യുമ്പോൾ ഇവിടെ 8 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോയ്സിന്റെ അവിടെ 8 വന്നു, ഗേൾസിന്റെ അവിടെ 2 വന്നു. അതിന്റെ അർത്ഥം ബോയ്സ് ടു ഗേൾസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 8:2 ആയിരിക്കും ഈ ക്ലാസ്സിൽ. 8:2 വേണേൽ 2 കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. റേഷ്യോ ആകുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വേണേൽ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 4:1 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ റേഷ്യോ ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ 4:1 ആണ്. അപ്പോൾ പെർസെന്റേജാ ചോദിച്ചത്. അപ്പൊ പെർസെന്റേജ് ഓഫ് ബോയ്സോ അല്ലെ പെർസെന്റേജ് ഓഫ് ഗേൾസോ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇതിന്റെ അർത്ഥം എന്താ? 4:1 എന്ന് പറഞ്ഞാൽ ബോയ്സ് ഈസ് ടു ഗേൾസിന്റെ റേഷ്യോ 4:1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ മൊത്തം 4 1 കൂട്ടുമ്പോൾ 5 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിന്റെ അർത്ഥം 5ൽ 4 ഭാഗം ബോയ്സ് ആണ്, 5ൽ 1 ഭാഗം ഗേൾസ് ആണ്. ഇതാണ് ഇതിന്റെ അർത്ഥം. 5ൽ 4 ഭാഗം ബോയ്സ് ആണ് എത്ര പെർസെന്റേജ് എന്ന് ചോദിക്കാൻ വെറുതെ 100 ചെയ്താൽ മതി. ഗേൾസിന്റെ പെർസെന്റേജ് ആണെന്ന് ചോദിച്ചാൽ 1/5 × 100 ചെയ്താൽ മതി. 4/5 × 100 ചെയ്താൽ എന്താ വരിക? 80%. 80% ബോയ്സ് ആണ്, ഇവിടെ 20% ഗേൾസ് ആണ്. മനസ്സിലായോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ബോയ്സിന്റെ ആവറേജ് തന്നു 62, ഗേൾസിന്റെ ആവറേജ് 52, മൊത്തത്തിലുള്ള ആവറേജ് 60. എന്നിട്ട് ട്രിക്ക് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ മൈനസ് ചെയ്ത് ചെയ്യുക. 62 മൈനസ് 60 2 വഴി എഴുതുക, 60 മൈനസ് 52 8 വഴി എഴുതുക. അപ്പൊ 4:1 റേഷ്യോ 8:2 എന്ന് പറഞ്ഞാൽ 4:1 തന്നെയാണ്. ഇപ്പൊ റേഷ്യോ ആ ചോദിക്കുന്നെങ്കിൽ 4:1. പെർസെന്റേജിലാണ് ചോദിക്കുന്നെങ്കിൽ ബോയ്സ് 4/5 ആണ് ക്ലാസ്സിലെ, അപ്പൊ 4/5 × 100 ബോയ്സ്. ഗേൾസ് 1/5 ആണ്, അപ്പൊ 1/5 × 100. ഇത് ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? നമുക്കിനി ഒരു ക്വസ്റ്റ്യനോട് ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ. ഇത് നമ്മൾ നേരത്തെ ലോജിക്കലി ചെയ്തില്ലേ, സിമിലർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതായത് ഇവിടെ ഞാൻ ഒന്ന് വായിച്ചു തരാം, എന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചതെന്ന് പറയാം. ആവറേജ് ഓഫ് എ 4 3-digit നമ്പേഴ്സ്, 4 നമ്പേഴ്സ് ഉണ്ട്, ABCD എന്ന് വിചാരിച്ചു. ഇത് 4 3-digit നമ്പേഴ്സ് ആണ്. ഈ 4 നമ്പറിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 335 കിട്ടിയത്. പക്ഷേ ലേറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 1 നമ്പർ ഹാഡ് 8 ആസ് ഇറ്റ് സെക്കൻഡ് പ്ലേസ്. സെക്കൻഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാനൊരു നമ്പർ 1 2 3, ഇതൊരു 3-digit നമ്പർ ആണല്ലോ. സെക്കൻഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. തേർഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്തും വിളിക്കാം, ഇത് യൂണിറ്റ് പ്ലേസ് ആണ്, ഇത് 10th പ്ലേസ് ആണ്, ഇത് 100th പ്ലേസ് ആണ്. ഇങ്ങനെയും നമുക്ക് പറയാം. ഇതിൽ പറയുന്നത് സെക്കൻഡ് പ്ലേസിൽ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 1 നമ്പർ ഹാഡ് 8 at its സെക്കൻഡ് പ്ലേസിൽ 8 ആയിരുന്നു ഒരു നമ്പറിൻ്റെത്. എനദർ വേറൊരു നമ്പറിൽ, ഈ 4 നമ്പറിൽ ഒരു നമ്പറിന്റെ സെക്കൻഡ് പ്ലേസിൽ 8 ആയിരുന്നു, വേറൊരു നമ്പറിന്റെ ലാസ്റ്റ് പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓക്കെ ഇതിൽ ലാസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇതാട്ടോ. ലാസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് എന്ന് നമ്മൾ എഴുതുമ്പോൾ ലാസ്റ്റ് ഇതാണ്, അല്ലെ യൂണിറ്റ് പ്ലേസ്. യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാലായിരുന്നു കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. എനിവേ ലാസ്റ്റ് പ്ലേസിലുള്ളത് 8 ആണ്. അപ്പൊ ഇവിടെ ഒരു നമ്പറിന്റെ, ഏതോ ഒരു നമ്പറിന്റെ സെക്കൻഡ് പ്ലേസിൽ 8 ആയിരുന്നു, വേറൊരു നമ്പറിന്റെ ലാസ്റ്റ് പ്ലേസിലും 8 ആയിരുന്നു. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു? അത് തെറ്റായിട്ടാ ചെയ്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ 335 നമ്മൾ കണ്ടുപിടിച്ച ആവറേജ് ആക്ച്വലി തെറ്റാ. കാരണം എന്താ? ഒരു നമ്പറിന്റെ 8 ആയിരുന്നു സെക്കൻഡ് പ്ലേസിൽ, വേറെ ഒരു നമ്പറിന്റെ ലാസ്റ്റ് പ്ലേസ് അല്ലെ യൂണിറ്റ് പ്ലേസിൽ 8 ആയിരുന്നു. പക്ഷെ നമ്മൾ അത് റോങ് ആയിട്ട് റീഡ് ചെയ്തു 3. അപ്പൊ 8ന് പകരം നമ്മൾ 3 വെച്ച് ചെയ്തിട്ടാണ് നമുക്ക് 335 ആവറേജ് കിട്ടിയത്. അങ്ങനെയാണ് ശരിക്കുള്ള ആവറേജ് എന്താണ്, കറക്റ്റഡ് ആവറേജ് എന്താണ് എന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ.
ഓക്കെ, ഇതിലൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ ആക്ച്വലി അപ്പൊ ആവറേജ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? ഓപ്ഷൻ നോക്കിയാൽ എല്ലാം കൂടുകയാണ്. അപ്പൊ എന്തായാലും കൂടുകയെന്ന് മനസ്സിലാവും. എനിവേ കൂടുകയാണോ കുറയാണോ ചെയ്യുക? അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ 3 വെച്ചിട്ടാ ചെയ്തത്. നമ്മൾ 3 എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് 335 കിട്ടിയത്. ശരിക്കും 8 ആയിരുന്നു അല്ലെ? അപ്പൊ ശരിക്ക് കൂടുക വേണ്ടേ? 3 ആയിട്ടാ നമ്മൾ ചെയ്തത്, പക്ഷെ ശരിക്കും 8 ആ. അപ്പൊ ശരിക്കും ആവറേജ് കൂടുകയല്ലേ ചെയ്യുക? 3 ഉള്ളത് 8 ആകുമ്പോൾ വാല്യൂ കൂടും, അപ്പൊ ആവറേജ് കൂടണം. അപ്പൊ ആവറേജ് ഇവിടെ എന്തായാലും 335 അല്ല, 335 കൂടുതലാണ് ആവറേജ് വരേണ്ടത്. അത് ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ശരി, ഇതിൽ പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്. ഇതില് നമ്മളിപ്പം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു നമ്പർ ഞാൻ എടുക്കുക, 123 അല്ലെ, പോട്ടെ 3 തന്നെ എടുക്കുക, 135 ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്. ഇതിന്റെ സെക്കൻഡ് പ്ലേസ് അല്ലെങ്കിൽ 10th പ്ലേസിൽ ആരാ ഉള്ളത്? 3 ആ ഉള്ളത്. ഇനി ഈ 10th പ്ലേസിൽ 3ന് പകരം ഞാൻ 8 ആയിട്ട് എടുത്തിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ 8 ആയിരുന്നു വേണ്ടത്, ഞാൻ 3 ആയിട്ട് എടുത്തിട്ട് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ ശരിക്കും 135 എന്ന് പറഞ്ഞ നമ്പർ 185 ആണ് ആക്ച്വലി വേണ്ടത്. അപ്പൊ ശരിക്കും എത്ര വാല്യൂവിൽ എത്ര കൂടും? 50 കൂടുന്നില്ലേ? 50 കൂടുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഈ ഡിജിറ്റ് 3 ഉള്ളത് 8 ആയി എന്ന് പറഞ്ഞാൽ 5 കൂടുന്നുള്ളൂ. പക്ഷെ വാല്യൂ 50 കൂടുന്ന എന്തുകൊണ്ടാ? അത് 10th പ്ലേസ് ആയതുകൊണ്ടാണ്. കാരണം 10th പ്ലേസിൽ നമ്മളിപ്പം ഒരു നമ്പർ 3 ഡിജിറ്റ് നമ്പർ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിന്റെ പ്ലേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഇത് യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ 1 ആണ്. 10th പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേസിന്റെ വാല്യൂ 10 ആണ്. ഇതിന്റെ വാല്യൂ 100 ആണ്. 100th പ്ലേസ് 100 ആണ്. അപ്പൊ ആക്ച്വലി നിങ്ങൾ 1 into 100 plus 2 into 10 plus 3 into 1 ചെയ്താലായി ഈ നമ്പർ കിട്ടുക അല്ലെ? 1 into 100 100 plus 20 120 plus 3 123. അപ്പൊ ഇത് ഓർക്കുക നിങ്ങൾ. അതായത് 100th പ്ലേസിൽ ഒരു 2 കൂടി എന്ന് പറഞ്ഞാൽ വാല്യൂ 200 കൂടി ഉണ്ടാവും. അതേപോലെ 10th പ്ലേസിൽ ഒരു 2 കൂടി എന്ന് പറഞ്ഞാൽ വാല്യൂ 20 കൂടി ഉണ്ടാവും. യൂണിറ്റ് പ്ലേസിലാണ് ഒരു 2 കൂടി എന്ന് പറഞ്ഞാൽ 2 തന്നെ കൂടി ഉണ്ടാവും. യൂണിറ്റ് പ്ലേസ് കൂടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ്, കാരണം പ്ലേസ് വാല്യൂ 1 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ എത്ര കൂടും എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഒരു നമ്പറിന്റെ സെക്കൻഡ് പ്ലേസിൽ 3 ആയിട്ടാണ് നമ്മൾ എടുത്തത്, പക്ഷെ 8 ആ വരേണ്ടത്. അപ്പൊ അവിടെ ഡിജിറ്റിൽ 5 കൂടുന്നുണ്ട് എന്ന് വെച്ചാൽ വാല്യൂ 50 കൂടും ഒരു നമ്പറിൽ, കാരണം അത് 10th പ്ലേസിലത്തെ കാര്യമാണ് പറയുന്നത്. വേറൊരു നമ്പറിൽ യൂണിറ്റ് പ്ലേസിൽ 3 എന്നാണ് നമ്മൾ എടുത്തത്, പക്ഷെ ശരിക്കും യൂണിറ്റ് പ്ലേസിൽ 8 ആ വരേണ്ടത്. എന്ന് വെച്ചാൽ അവിടെ യൂണിറ്റ് പ്ലേസ് ആയതുകൊണ്ട് 3 8 ആവുമ്പോൾ 5 ആ കൂടുന്നത്, യൂണിറ്റ് പ്ലേസ് ആയതുകൊണ്ട് അതും 5 തന്നെയാണ്. അപ്പൊ ശരിക്കും ഇവിടെ 55 ആണ് കൂടേണ്ടത്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, അതായത് 55 കുറച്ചിട്ടാണ് ഞാൻ ചെയ്തത്, അപ്പൊ ശരിക്കും 55 കൂടണം. ഡയറക്റ്റ് അങ്ങനെ തരാം, മൊത്തം 55 കൂടണം. പക്ഷെ ഇവിടെ ഡയറക്റ്റ് അല്ല തന്നത് അല്ലെ? യൂണിറ്റ് പ്ലേസ് 5 കൂടി, അപ്പൊ വാല്യൂ 5 തന്നെ കൂടും. 10th പ്ലേസ് 5 കൂടി എന്ന് പറഞ്ഞാൽ വാല്യൂ 50 കൂടും. അപ്പൊ മൊത്തം ഇവിടെ ഒരു 55 കൂടണമായിരുന്നു വാല്യൂല്. അപ്പൊ ആവറേജ് എത്ര കൂടും? അതായത് 55 ആണ് എക്സ്ട്രാ വരേണ്ടത് അങ്ങോട്ട്. 4 നമ്പർ ഉണ്ട്, അപ്പൊ എല്ലാവർക്കും തുല്യമായിട്ട് 55/4 കിട്ടും. അപ്പൊ 55/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും നോക്കണം. 55ന്റെ പകുതി എത്രയാ? 27.5. 27.5യുടെ പകുതി എത്ര വരും? എത്ര വരിക? അല്ലെ ചെയ്ത് നോക്കിയാൽ മതി. 55/4 എന്ന് പറയുമ്പോൾ 1, പിന്നെ 15ൽ 3 ആണ്, 13 പോയിന്റ്. അപ്പൊ 15/4 12 വരുമ്പോൾ 30, 30ൽ 75, 13.75 ഓരോരുത്തർക്കും കിട്ടും. അപ്പൊ ആവറേജ് 335 ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു 13.75 കൂട്ടണം. അപ്പൊ ആൻസർ എന്ത് വരും? 348.75. ചെയ്തത് മനസ്സിലായോ? വാല്യൂ 55 കൂടിയ മനസ്സിലായില്ലേ? വാല്യൂ 55 കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എത്ര കൂടും? എല്ലാവർക്കും തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, അതല്ലേ ആവറേജ്. 4 പേരുണ്ട്, 55 4 തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഓരോരുത്തർക്കും 13.75 കിട്ടും. അപ്പൊ മൊത്തം 335ന്റെ കൂടെ അത് കൂട്ടിക്കഴിഞ്ഞാൽ 348.75. കണ്ടോ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ, ഇതെല്ലാം ഡിഗ്രി പ്രിലിംസിൽ കഴിഞ്ഞ ഒരൊറ്റ കൊല്ലം ചോദിച്ച 1-2 കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആവറേജ് എന്ന് വരുന്നത് ഇതാണ്. അതായത് ഇങ്ങനെ എത്രയോ കൂടണം, അപ്പൊ ആവറേജ് എത്ര കൂടും? തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യനെ കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ലോജിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേണേ എന്നോട് ചോദിച്ചാൽ മതി. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, ബാക്കി നാളെ ആക്ച്വലി 7 മണിക്ക് എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് മോർണിംഗ് ഓക്കെ ആണ്? ഒരു 10 മണി? ഓക്കെ, അപ്പൊ നാളെ നമുക്കൊരു മോർണിംഗ് ഒരു 1.5 hour ഇരിക്കാം കേട്ടോ. അപ്പൊ ഏകദേശം തീരും. പിന്നെ ഒരു സെഷനും കൂടി ഉണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കിട്ടും. ഓക്കെ, അപ്പൊ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താം ഇന്നത്തെ ക്ലാസ്. ശരി.